بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين اتق الله حيثما كنت واتبع السيئة الحسنة تمحها وخالق الناس بخلق حسن صدق شفيعنا رسول الله صلى الله عليه وسلم أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ أقيم مقاما لم يقم فيه مرسل وأمسط له حجب الجلال توطأ إلى العرش والكرسي أحمد قد دنا فنورهما من نوره يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية واعلموا يا أمة سيدنا ومولانا محمد اللهم صل وسلم وبارك عليه സർവാദരണീയരായ സയ്യിദന്മാർ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ പ്രദേശത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ ഉറൂസ് മുബാറക്കിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിൻ്റെ സമാപനമാണ് അല്ലേ അല്ലേ അവസാനത്തെ ദിവസം. ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഇന്നലെയാണ് സമാപിക്കേണ്ടത് ശരിക്കും. അപ്പോൾ കുറഞ്ഞ നേരം ബർക്കത്തിന് വേണ്ടി എന്നോടും നിങ്ങളോടും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കും. നമ്മുടെ ഈ പരിസരങ്ങളിൽ ഒരുപാട് മഹാന്മാരുടെ മസാറുകളുണ്ട്. ഈ കുടകിൽ തന്നെ ധാരാളം അറിയുന്നതും നമുക്കറിയാത്തതുമായ എത്രയോ മഹാന്മാർ അന്തി ഉറങ്ങുന്നുണ്ട് ഈ പരിസര പ്രദേശങ്ങളിൽ.
നമ്മുടെ ഈ സംസ്ഥാനത്ത് നോക്കിയാൽ ഒരുപാട് മഹാന്മാരുണ്ട്. എത്രയോ പഴക്കമുള്ള, നമുക്ക് പേരും ഊരും ഒന്നും അറിയില്ലെങ്കിലും അവർ കാരണമായി ജനങ്ങൾക്ക് അല്ലാഹു നൽകുന്ന സമാധാനവും ആവശ്യ പൂർത്തീകരണവും ഒക്കെ മനസ്സിലാക്കി ആയിരക്കണക്കിന് ആളുകൾ അനുദിനം അവരുടെ സന്നിധാനങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സമീപത്ത് വന്ന് അള്ളാഹുവിനോട് അവരെ തവസ്സുലാക്കി ദുആ ചെയ്തു, അവരോട് ഇസ്തിഗാസ നടത്തിയും കാര്യങ്ങൾ സാധിച്ചെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. മുസ്ലിങ്ങൾ മാത്രമല്ല, അമുസ്ലിങ്ങളടക്കം. ലോകത്തിന് ശമനം, അതുപോലെ തന്നെ സാമ്പത്തിക പരാധീനത നീക്കി അനുയോജ്യമായ രീതിയിലുള്ള സാമ്പത്തിക പുരോഗതി, കുടുംബ വിശാലത, സന്താനലബ്ധി, ബുദ്ധിവർദ്ധനവ് തുടങ്ങി ധാരാളം വിഷയങ്ങൾ ചോദിക്കുകയും ലഭിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. മഹാന്മാർക്കുള്ള ഏറ്റവും വലിയ മഹത്വം, എല്ലാ മഹാന്മാർക്കുമുള്ള ഏറ്റവും വലിയ മഹത്വം അവരുടെ ജീവിതത്തിന്റെ പരിശുദ്ധിയാണ്. നമ്മൾ അവരിൽ നിന്ന് പിൻപറ്റേണ്ട ഏറ്റവും വലിയ വിഷയം അതാണ്. നമ്മുടെ ജീവിതം പരിശുദ്ധമാകണമെങ്കിൽ പ്രധാനമായും നമ്മുടെ സ്വഭാവം നന്നാകണം. സ്വഭാവം നന്നാകാതെ ജീവിതത്തിന് വിശുദ്ധി നൽകപ്പെടില്ല. ഒരു മുഅ്മിനായ മനുഷ്യന്റെ, ഒരു മുസ്ലിമായ മനുഷ്യന്റെ ഏറ്റവും വലിയ സൗന്ദര്യം അവന്റെ ഏറ്റവും നല്ല സ്വഭാവമാണ്. ഏറ്റവും നല്ല സ്വഭാവം കാണിക്കുന്ന ആളുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ഏറ്റവും നല്ല സ്വഭാവമുള്ള ആള് എല്ലാവരെയും ഉൾക്കൊള്ളാൻ കഴിവുള്ള ആളായിരിക്കും. മനുഷ്യരെ മാത്രമല്ല, ജീവജാലങ്ങളെപ്പോലും ഉൾക്കൊള്ളാനുള്ള വിശാല മനസ്കത അവർക്കുണ്ടാകും. ഒരൊറ്റ ജീവിയെയും അവർ മാനം കെടുത്തി സംസാരിക്കുകയില്ല. അമ്പിയാക്കളിൽ വലിയൊരു നബിയാണല്ലോ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിനെ ഞാനൊന്ന് ഉദാഹരിക്കട്ടെ. മഹാനവറുകളോടൊപ്പം ഒരു സംഘം ആളുകൾ ഒരു ഭാഗത്തുകൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു നായയെ കണ്ടു. അവര് ജീവൻ പോയ നായ, അതൊരു ഭാഗത്തങ്ങനെ ചെരിഞ്ഞു കിടക്കും. അപ്പൊ കണ്ട ആളുകൾ പറഞ്ഞു, ഹേ ചത്ത നായ. നമ്മളെന്താ പറയാ, നായ ചത്തു കിടക്കേണ്ട സ്ഥലം എന്നൊക്കെ അവര് പറഞ്ഞു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സ്വഭാവം നോക്ക് നിങ്ങൾ. മഹാനവർകൾ ആ നായ നോക്കിയിട്ട് പറഞ്ഞു, അതിന്റെ പല്ലിന് നല്ല വെളുപ്പുണ്ടല്ലേ, അതിന്റെ പല്ലിന് നല്ല വെളുപ്പുണ്ടല്ലോ, നല്ല വെണ്മയുണ്ടല്ലോ, പല്ല് കാണാൻ എന്തൊരു ഭംഗി, ഒരു കറയും ആ പല്ലിനില്ല. സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കി. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ് ആ നായ. നമ്മളും അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ, നായയും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. ആ നായ ചത്ത് കിടക്കുകയാണ്, ഇനി അതിനെ കുഴിച്ചു മൂടണം. ആ നായക്ക് എതിരായ ഒരു വർത്തമാനമല്ല മഹാനവർകൾ പറഞ്ഞത്. അതിലും ഒരു ഗുണമാണ്. ഒരു പൂച്ച നമ്മുടെ മുന്നിലൂടെ പോകുമ്പോഴേക്ക് പൂച്ചയെ കാലുകൊണ്ട് തട്ടും ചില ആളുകൾ. പൂച്ചയെ കാലുകൊണ്ട് തട്ടാൻ പാടില്ല, മോശപ്പെട്ട സ്വഭാവം. നമ്മളിരിക്കുന്ന നമ്മളൊരാളെ കാലുകൊണ്ട് തട്ടിയാൽ എങ്ങനെ ഉണ്ടാകും? ചിലപ്പോ അതിന് വേറെ എന്തെങ്കിലും കേസൊക്കെ വരും. പേരൊന്നും ഞാൻ പറയുന്നില്ല അല്ലേ. നമ്മെ പോലെ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ലേ ആ പൂച്ച. എന്തിനതിനെ ഹനിക്കണം? ആ പൂച്ചക്ക് ബഹുമാനം കൊടുക്കണം, കാലുകൊണ്ട് അതിനെ തട്ടാൻ പാടില്ല. വളർത്തു പൂച്ചയാണെങ്കിലും ശരി, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ഭക്ഷണം കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ആ സമയത്ത് തന്നെ കൊടുക്കണം.
പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ, നായക്ക് ഭക്ഷണം കൊടുക്കാൻ പഴയ കാലത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗസാലി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുന്നിൽ പാത്രം ഉണ്ടായിരുന്നു. എത്ര വലിയ മഹാനാണ് അവർ. അവരെ ഒരു കാറ്റ് തട്ടാൻ യോഗ്യത ഉണ്ടോ നമുക്ക്? നമ്മളൊന്ന് ആലോചിച്ചു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്. ഇന്നും ദർസിലെ മുതഅല്ലിമുകൾ അല്ലാഹുവിനോട് ഇൽമു ചോദിക്കുമ്പോ അവർ ചോദിക്കുന്ന ഒരു വരിയല്ലേ, നവ്വിർ ഇലാഹസ്സമാ ഖൽബൽ ഗരീബി കമാ നവ്വർത ഖൽബ ഇമാമിൻ നാസി ഗസാലി. പാവപ്പെട്ട ഞാൻ അല്ലാഹുവേ ഇൽമു പഠിക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ ഖൽബിൽ ഇൽമിന്റെ നൂറ് നീയാണ് ഇട്ടു തരേണ്ടത്. ഒരു കഴിവും ഒരു യോഗ്യതയും ഇല്ലാത്ത രൂപത്തിൽ വളരെ പാവമായി ഇൽമിന് വേണ്ടി വന്ന ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു ആദ്യം ലക്ഷ്യമാക്കി വന്നത് ഭക്ഷണം കിട്ടുന്ന ഒരു സ്ഥലമാണല്ലോ എന്ന് കരുതിയിട്ടാണ്. ഇഖ്ലാസോടുകൂടെ ഇൽമിലേക്ക് അങ്ങ് പ്രവേശിച്ചപ്പോ മഹാനവറുകളുടെ ഖൽബിൽ നീ ഇൽമിന്റെ വെളിച്ചം നിറച്ചു കൊടുത്തില്ലേ അല്ലാഹ്, അതുപോലെ എന്റെ ഖൽബിനും നീ ഇൽമു കൊണ്ട് പ്രകാശിപ്പിക്കണം. ദർസിലെ മുതഅല്ലിമുകൾ അല്ലാഹുവിനോട് ഇൽമു ചോദിക്കുമ്പോ ഗസാലി ഇമാം തങ്ങളെ ഉദാഹരണമാക്കിയിട്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നു. ആ വലിയ പണ്ഡിതന്റെ വീട്ടിന്റെ മുറ്റത്ത് നായക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു പാത്രം, പൂച്ചക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരു പാത്രം. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ദിവസം ഞാനൊരു വീട്ടിൽ പോയപ്പോ പൂച്ചണ്ട് അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നു. നമ്മൾ നല്ല ബിരിയാണി കഴിക്കുകയാണ്. ഞാൻ ചോദിച്ചു, പൂച്ചാരുടേതാണ്? പൂച്ച ഇവിടുത്തെ പൂച്ചയാണ്, വളർത്തു പൂച്ചയാണ്. അതിന് ഭക്ഷണം കൊടുക്കാനായില്ലേ എന്ന് ചോദിച്ചു. അതെപ്പെങ്ങളൊക്കെ കൊടുത്താ മതി എന്ന് പറഞ്ഞു. പോരെ സഹോദരാ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ പൂച്ച വാസനിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കാലിലേക്ക് അതിന്റെ വാല് തൊട്ടുകൊണ്ടത് നടക്കുന്നത് ഭക്ഷണം വേണമെന്നൊരു സിഗ്നലാണ്. അതിന്റെ മേനി നമ്മുടെ ശരീരത്തിലേക്ക് ഉരസിക്കൊണ്ട് നടക്കുന്നത് നമ്മെ കടിക്കാതെ, നമ്മുടെ ശരീരത്തിന്റെ രോമങ്ങൾ വലിച്ചു കീറാതെ ഒന്ന് തൊട്ടുരുമ്മിക്കൊണ്ട് നടക്കുന്നത് ഭക്ഷണം എനിക്ക് വേണം എന്നൊരു സൂചനയാണ്. അങ്ങനെയല്ലേ അത് പറയുന്നത്? അതിനെങ്ങനെയല്ലേ അള്ളാഹു കഴിവ് കൊടുത്തത്? നിങ്ങൾ ഭക്ഷണം കൊടുക്കണം. എപ്പോഴെങ്കിലും കൊടുത്താ പോരാ, നിങ്ങൾ കഴിക്കുന്ന സമയത്തൊക്കെ പൂച്ച വരുമ്പോ പൂച്ചക്കും കൊടുക്കണം. പൂച്ചക്ക് കൃത്യമായി ഭക്ഷണം കൊടുക്കണം. അത് ആഖിറത്തിൽ സ്വർഗം കിട്ടാനുള്ള ഒരു മാർഗമാണ്. സ്വർഗം കിട്ടാനുള്ള വലിയൊരു മാർഗമാണ്. ഒരിക്കൽ പൂച്ചയെ സ്നേഹിച്ച് ബഹുമാനിച്ചപ്പോ വലിയ സ്നേഹവും ബഹുമാനവും അള്ളാഹു നൽകിയില്ലേ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹുവിന്? 80-ലധികം വയസ്സ് ജീവിച്ച മഹാനല്ലേ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ വഫാത്തിന് ശേഷം ശിഷ്യൻ സ്വപ്നത്തിൽ കണ്ടപ്പോൾ എങ്ങനെയുണ്ട് ഉസ്താദേ അവസ്ഥ എന്ന് ചോദിച്ചു. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, ഔഖഫനി റബ്ബി ബൈന യദൈഹിൽ കരീമതൈൻ. അല്ലാഹു അവന്റെ മുന്നിൽ എന്നെ നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു, ശിബിലി യതദിരി ബിമാദാ ഗഫർതു ലക, അറിയുമോ ശിബിലി എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ മഗ്ഫിറത്ത് നൽകിയത്? എല്ലാ വീഴ്ചകളും മാപ്പാക്കിയിട്ട് വലിയ സ്ഥാനം നിങ്ങൾക്ക് ഞങ്ങൾ തന്നില്ലേ? ഖബറിൽ വെച്ചുകൊണ്ട് ശിബിലി ഇമാം റളിയല്ലാഹു അൻഹുവിനെ ശിഷ്യൻ കാണുമ്പോ ശിഷ്യനോട് ശിബിലി ഇമാം തങ്ങൾ വിശദീകരിക്കാൻ അല്ലാഹുവിന്റെ ചോദ്യം, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ മാപ്പ് നൽകിയിട്ട് വലിയ സ്ഥാനം തന്നത് എന്ന് അറിയുമോ? മഹാനവറുകൾ പറഞ്ഞു, ഒരുപാട് ഹജ്ജ് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരുപാട് നോമ്പ് ഫർളും സുന്നത്തുമായി നോറ്റിട്ടുണ്ട്, ഒരുപാട് നിസ്കാരങ്ങൾ ഫർളും സുന്നത്തുമായി നിർവഹിച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ലാ, അതൊന്നുമല്ല, പ്രതീക്ഷയ്ക്ക് വലിയ വകയുള്ള അമലുകളാണിത്. ചെറുതായി കാണാൻ പറ്റാത്ത വലിയ അമലുകളാണ്. കർമ്മങ്ങളുടെ തലവന്മാരായിട്ടല്ലേ ഈ അമലുകളെ പരിചയപ്പെടുത്തുന്നത്. മഹാനവറുകൾ എണ്ണിക്കൊടുത്തപ്പോൾ അള്ളാഹുവിന്റെ മറുപടി അല്ല. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, പടച്ചോനെ, എന്റെ ജീവിതത്തിൽ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ബിദാമത്തി സഫരി ഫീ ത്വലബി ഉലൂമി. എവിടെ ഒരു പണ്ഡിതൻ വന്നു എന്നറിഞ്ഞാലും ഞാനൊന്ന് പോയി കാണും.
എന്തെങ്കിലും ഒരറിവ് ഞാൻ സമ്പാദിക്കും. അതെന്റെ ജീവിതത്തിന്റെ ഒരു ഹോബിയാണ്. എത്രയോ നാട്ടിലേക്ക് ഞാൻ യാത്ര നടത്തിയിട്ടുണ്ട്. എത്രയോ പണ്ഡിതന്മാരുടെ സാന്നിധ്യം കൊണ്ട് എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കും അല്ലാഹുവേ നീ എന്നെ പരിഗണിച്ചത്. അല്ലാഹു പറയുന്നു ലാ അതുമല്ല ശിബിലി. അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ മറ്റൊരു സന്തോഷമുണ്ട്. ഞാൻ എപ്പ ആരോടുകൂടെ ഇരുന്നിട്ടുണ്ടോ സ്വാലിഹീങ്ങളോട് കൂടെ മാത്രമേ ഞാൻ ഇരുന്നിട്ടുള്ളൂ. ഒരൊറ്റ ഫാസിഖിന്റെ കൂടെയും ഞാൻ ഇരുന്നിട്ടില്ല. ഒരു മുനാഫിഖിന്റെ കൂടെയും ഇരുന്നിട്ടില്ല. ഒരു മുബ്തദിഇന്റെ കൂടെയും ഇരുന്നിട്ടില്ല. ഒരൊറ്റ കാഫിറിന്റെ കൂടെയും ഞാൻ ഇരുന്നിട്ടില്ല. സ്വാലിഹീങ്ങളെ കൂടെ മാത്രമേ ഞാൻ ഇരുന്നിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കും നീ എന്നെ പരിഗണിച്ചത്. അല്ലാഹു പറയുന്നു അല്ലേ അല്ല. ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറയുന്നു ഹാദിഹിൽ മുൻജിയാതു കുന്തു അർജൂ ഫിദ്ദുനിയാ ബിഹാ. ഈ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടെ ദുനിയാവിൽ ഞാൻ ചെയ്തതാണ്. അല്ലാഹ് ഇതല്ലാത്ത ഒന്നും എനിക്ക് ഓർമ്മയിലില്ല. അപ്പോഴാണ് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നത് അതസ്കുറുഹീന തംശി അലാ ദറബി ബഗ്ദാദ്. നിങ്ങൾ ബഗ്ദാദിലേക്ക് പഠിക്കാൻ പോയപ്പോ ബഗ്ദാദിന്റെ ഒരു ചെറിയ വഴിയിലൂടെ നിങ്ങൾ നടന്നു പോയത് ഓർക്കുന്നുണ്ടോ ശിബിലി? ഫവജത്ത ഹിർറതൻ സ്വഗീറാ. ഒരു ചെറിയ പൂച്ചക്കുട്ടിയെ കണ്ടത് ഓർമ്മയുണ്ടോ? അത് അളഫഹൽ ബർദു. തണുത്ത് വിറച്ചിട്ട് ആ പൂച്ചക്കുട്ടി തണുപ്പ് കൊണ്ട് അതിന്റെ ശരീരം ശുഷ്കിച്ചിട്ടുണ്ട്. വഹിയ തൻസവി ഇലാ ജിദാർ. എന്തെങ്കിലും ഒരു മറ കിട്ടാൻ വേണ്ടി ഒരു ചുമരിലേക്ക് അതങ്ങനെ വലിഞ്ഞുകൂടുന്നത് നിങ്ങൾ കണ്ടപ്പോ നിങ്ങളുടെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം കീറിയിട്ട് അതിനെ പുതപ്പിച്ചത് ഓർമ്മയുണ്ടോ? ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു പറയുന്നു എന്റെ ജീവിതത്തിൽ ഒരിക്കൽ സംഭവിച്ച ഒരു സംഭവമാണത്. അല്ലാഹു ഓർമ്മപ്പെടുത്തുമ്പോഴാണ് ഞാനത് ഓർത്തെടുക്കുന്നത്. റബ്ബ് തആല പറയുന്നു ബിറഹ്മതിക ലിതിൽകൽ ഹിർറതി റഹിംതുക. ആ പൂച്ചക്ക് അന്ന് കാണിച്ച ഒരു ദയാവായ്പില്ലേ, ഒരു കാരുണ്യമില്ലേ, ഒരു സ്നേഹമില്ലേ? അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ പരിഗണിച്ചത്. വലിയ സ്ഥാനം ബർസഖിയ ലോകത്ത് നിങ്ങൾക്ക് നൽകിയത്. ഇത് അവലംബമാക്കി, ഇത് മാധ്യമമാക്കി, ഇത് മുന്നിൽ നിർത്തിയിട്ട് നിങ്ങളെ നിസ്കാരവും നിങ്ങളെ നോമ്പും നിങ്ങളെ ഹജ്ജും നിങ്ങളെ എല്ലാ അമലുകളും അതിന്റെ പിന്നിലായി ഓരോന്നും ഓരോന്നും സ്വീകരിച്ചു. ഒരൊറ്റ പൂച്ച. ആ പൂച്ചയെ കൊണ്ട് ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു കിട്ടിയ ദറജ നോക്ക് നിങ്ങൾ. പൂച്ചയെ കാലുകൊണ്ട് തട്ടരുത്. അത് അതിനോട് ചെയ്യുന്നത് ഒരു അപമര്യാദയാണ്. അള്ളാഹുവിന്റെ ഒരു സൃഷ്ടിയാണ്. നേർക്ക് നേരെ അതിനെ പോറ്റിയാൽ സ്വർഗം ലഭിക്കാൻ കാരണമാകുന്ന ഒരു സൃഷ്ടി. നായയെ ചീത്ത പറയാൻ പാടില്ല. മോശപ്പെടുത്തുന്ന രൂപത്തിൽ പോലും നായയെ പറയാൻ പാടില്ല. സുബ്കി ഇമാം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോഴല്ലേ സഹോദരങ്ങളെ, താജുദ്ദീൻ സുബ്കി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോഴല്ലേ മകൻ അപ്പുറത്തെന്ന് പറയുന്നത്. എന്താ മകന്റെ വർത്തമാനം? ഒരു നായ മുന്നിലൂടെ പോയപ്പോ നായന്റെ മോൻ നായയെന്ന് വിളിച്ചു. നായന്റെ മോൻ നായയെന്ന് വിളിച്ചപ്പോ മോനെ അങ്ങനെ വിളിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു വാപ്പ. മോൻ വിളിച്ചപ്പോ വാപ്പ പറഞ്ഞു അങ്ങനെ വിളിക്കാൻ പറ്റൂല. അപ്പൊ മോൻ ചോദിച്ചു വാപ്പ അലൈസ കൽബിനെ കൽബിൻ, ഞാൻ വിളിച്ച വല്ല തെറ്റുണ്ടോ? അതൊരു നായന്റെ മോൻ നായനല്ലേ, ഒരു നായന്റെ മോൻ നായ തന്നെയല്ലേ അത്. പക്ഷേ മോനെ നിന്റെ ആ സംസാരത്തിന്റെ ശൈലി അത് നിസ്സാരമാക്കുന്ന ശൈലിയാണ്. നിസ്സാരമാക്കാൻ അത്രയും മതി. നായെപ്പോലും നിസ്സാരപ്പെടുത്തരുത്. ഒരൊറ്റ സൃഷ്ടിയെയും നിസ്സാരപ്പെടുത്തരുത്. അതുകൊണ്ടാണ് ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു ലൗ അഹ്സൻതും ഫീ കുല്ലി ഷൈ, എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഗുണം ചെയ്തു, ഒരൊറ്റ കോഴിയുടെ വിഷയത്തിൽ മാത്രം നിങ്ങൾ ഗുണം ചെയ്തില്ല. ലം യുക്തബു മിനൽ മുഹ്സിനീൻ, നിന്നെ നന്മ ചെയ്തവരിൽ എഴുതപ്പെടൂല. എന്റെ വാക്കല്ല, ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ വാക്കാണ്. ഇന്നല്ലാഹ കതബൽ ഇഹ്സാന ഫീ കുല്ലി ഷൈ, എല്ലാ വസ്തുക്കളിലും ഗുണം ചെയ്യണം, എല്ലാ ചരാചരങ്ങൾക്കും നന്മ ചെയ്യണം. ഒന്നിനെയും മോശാക്കാൻ പാടില്ല, ഒന്നിനെയും കേടാക്കാൻ പാടില്ല.
അതുകൊണ്ടല്ലേ അറക്കുന്ന ആളോട് പറഞ്ഞത്, ഒരു അറവ് നടത്തുന്ന ആള് അറവ് നടത്തുമ്പോ ഫഹ്സിനു ദിബ്ഹഹു, അതിന്റെ അറവ് നിങ്ങൾ നന്നാക്കണം. മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് അറുക്കുമ്പോ അറുക്കപ്പെടുന്ന മൃഗത്തിന് അത് ഇടങ്ങേറാണ്. പെട്ടെന്ന് അതിന്റെ റൂഹ് പോകണം, നല്ല മൂർച്ച വേണം. ആ മൃഗത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് കത്തി മൂർച്ച കൂട്ടാൻ പാടില്ല, അതതിനെ ഭീതിപ്പെടുത്തലാണ്. ഒരു മൃഗത്തെ കാണിച്ചുകൊണ്ട് മറ്റൊരു മൃഗത്തെ അറുക്കാൻ പാടില്ല, അതും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ അറുക്കുകയാണെങ്കിൽ അറവ് നന്നാക്കണം. ഏതെങ്കിലും ഒന്നിനെ കൊല്ലുകയാണെങ്കിൽ നല്ല രൂപത്തിൽ കൊല്ലണം. പല്ലിനെ കൊല്ലൽ സുന്നത്താണ്, പക്ഷെ നല്ല രൂപത്തിൽ കൊല്ലണം, കുത്തി ചതക്കാൻ പാടില്ല. അത് മരണപ്പെട്ട് കഴിഞ്ഞത് ചത്തു കഴിഞ്ഞു എന്ന് കണ്ടാ പിന്നെ അതിനെ കൊണ്ടുപോയി ഒഴിവാക്കണം. അതിനെ പിന്നെയും പിന്നെയും പഞ്ഞിക്കിട്ട് റെഡിയാക്കി ആകങ്ങോട്ട് ചിന്നി പിന്നാക്കാൻ പാടില്ല. കൊല്ലൽ ഹലാലായ ചില ജീവികളുണ്ടല്ലോ, അതിനെ കൊല്ലുമ്പോൾ തന്നെ നല്ല വിധത്തിൽ കൊല്ലണം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രിയിൽ തങ്ങൾ വീടിന്റെ പുറത്ത് രണ്ടാളുകൾ നടക്കുന്ന നിഴല് കണ്ടപ്പോ തങ്ങൾ പുറത്തിറങ്ങിയപ്പോ നോക്കുന്ന സമയത്ത് ഒന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ്, മറ്റൊന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. എന്താ ഈ നേരത്ത് എന്ന് ചോദിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ആദ്യം വന്നത്, അതുകൊണ്ട് കാര്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയട്ടെ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരുടെയും മുറാദ് ഒന്നാണ്, അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയട്ടെ. ആരും വിഷയം പറയുന്നില്ല. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറയാനൊരു മടി, അൽ ജുഉ യാ റസൂലല്ലാഹ്, വിശപ്പ് കൊണ്ട് പുറത്തിറങ്ങിയതാണ് നബിയേ. നമ്മൾ എത്ര അനുഗ്രഹീതരാണ് സഹോദരങ്ങളെ. ലോകത്തെ ഏറ്റവും വലിയ ഔലിയാക്കളിൽ രണ്ട് മഹാന്മാർ നട്ടപ്പാതിര നേരത്ത് വീട് വിട്ട് പുറത്തിറങ്ങിയിട്ട് ഹുജ്റത്തു ശരീഫയുടെ ചുറ്റും ഇങ്ങനെ നടക്കുന്നത് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കാരണം ചോദിക്കുമ്പോ പറയാൻ രണ്ടുപേർക്കും മടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വിശപ്പാണ് നബിയെ ഞങ്ങളെ പുറത്തിറക്കിയത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞങ്ങൾ രണ്ടുപേരും പുറത്തു വന്ന കാരണം ഞങ്ങൾ പറഞ്ഞല്ലോ, തങ്ങൾ എന്തിനാ നബിയെ പുറത്തിറങ്ങിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലദീ അഖ്റജകുമാ മിൻ ബുയൂതികുമാ അഖ്റജനീ ഹാദിഹി സ്സാഅ, വീട്ടിൽ നിന്ന് ഏത് കാരണം കൊണ്ടാണോ നിങ്ങൾ പുറത്തിറങ്ങിയത്, അതേ കാരണം തന്നെയാണ് എന്നെയും പുറത്തിറക്കിയത്. മൂന്ന് പേരും ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നമുക്കൊന്ന് പോകാം. നേരെ അവർ പോകുന്നു അബുൽ ഹൈസം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക്. നട്ടപ്പാതിര നേരത്താ വീട് പോയിട്ട് വാതിലിന് മുട്ടുമ്പോൾ ഭാര്യ കതക് തുറന്നു. ഭർത്താവ് എവിടെയെന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് തോട്ടം നനക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. സുബ്ഹിന്റെ മുമ്പാണ് സഹോദരങ്ങളെ എഴുന്നേറ്റ് തോട്ടം നനക്കുന്നത്. സുബ്ഹി വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് പള്ളിയിലെത്താൻ വേണ്ടി നേരത്തെ തന്നെ തോട്ടം നനച്ചുകൊണ്ട് പള്ളിയിലേക്ക് പുറപ്പെടുന്ന ശൈലിയാണ്. ഭർത്താവ് തോട്ടം നനക്കാൻ പോയി. തോട്ടത്തിൽ നിന്ന് ഈ സംസാരം കേൾക്കുന്നു. ഭാര്യ പറഞ്ഞു, നബിയെ തങ്ങൾ കയറിയിരിക്കൂ, മർഹബൻ അഹ്ലൻ വസഹ്ലാ, അതിഥികളെ വീട്ടിലേക്ക് കയറ്റിയിരുത്തി. പെട്ടെന്ന് അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു തോട്ടത്തിൽ നിന്ന് പണിമതിയാക്കി വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല്ലദീ അക്രമനീ ഹാദിഹി സ്സാഅത ബിഹാദിൽ അളിയാഫ്, ഈ അതിഥികൾക്ക് കയറി വരാനുള്ള ഒരു വീടായി ഈ നേരം എന്റെ വീടിനെ പരിഗണിച്ച അല്ലാഹുവേ, അത് കാരണം എന്നെ ബഹുമാനിച്ച അല്ലാഹുവേ, നിനക്കാണ് സർവസ്തുതിയും. ഈ നേരവും വന്നത് എന്റെ വീട്ടിലേക്കാണല്ലോ. ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാര് വരാൻ കണ്ട വീടും എന്റെ വീടാണല്ലോ. അൽഹംദുലില്ലാഹ്. പെട്ടെന്നൊരു പാത്രത്തിൽ ഈത്തപ്പഴവും മറ്റൊരു പാത്രത്തിൽ വെള്ളവും കൊണ്ടുവന്ന് മുന്നിൽ വെച്ചു. അബുൽ ഹൈസം റളിയല്ലാഹു അൻഹു ഒരു കത്തി എടുത്ത് പുറത്തിറങ്ങുമ്പോ നബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്നു, എങ്ങോട്ടാണ്? സുബ്ഹിന്റെ മുമ്പ് തന്നെ പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കണം. ഭാര്യയോട് പറഞ്ഞു, നല്ല റൊട്ടി വേഗം ഉണ്ടാക്ക്, പെട്ടെന്ന് ചുട്ടെടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാനൊരു ആടിനെ അറുത്തിട്ട് വരാം. ആടിനെ അറുക്കാനാണെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹോപദേശം, ഇയ്യാക വൽ ഹലൂബ്, എനിക്കൊരു സൽക്കാരം ഒരുക്കാൻ വേണ്ടിയാണെങ്കിലും പാൽ കറക്കുന്ന ആടിനെ അറുക്കരുതേ. ഒന്നുകിൽ അതിന്റെ കറവ് നിർത്തണം, അല്ലെങ്കിൽ അതിന്റെ പാല് വറ്റണം. കുടിക്കുന്ന കുട്ടിക്കൊരു ബുദ്ധിമുട്ടാണല്ലോ. അതിനോട് ചെയ്യേണ്ട വലിയ നന്മ അതിന്റെ കറവ് വറ്റുന്നത് വരെ കാത്തിരിക്കലാണ്. ഏത് സംഗതി ചെയ്യുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്സാൻ കണക്കാക്കിയിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളിലും ഉണ്ട് സഹോദരങ്ങളെ ഇഹ്സാൻ. അത് ഏറ്റവും നല്ല സ്വഭാവമാണ്. ഗുണം ചെയ്യുന്നത് നല്ല സ്വഭാവമുള്ള ആളുകൾക്കേ അതിന് സാധിക്കുകയുള്ളൂ. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല നമ്മോടത് പഠിപ്പിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുബ്ഹിന്റെ മുമ്പ് തന്നെ നല്ല ആട്ടിറച്ചിയും പത്തിരിയും റെഡിയാക്കി, റൊട്ടിയും റെഡിയാക്കി മുന്നിൽ വെച്ചു കൊടുത്തപ്പോ 3 പേരും അതിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നല്ല റാഹത്തോടെ വീട് വിട്ട് ഇറങ്ങി പോകുന്നു. അതിരാത്രിയിൽ നമ്മളെ സൽക്കരിക്കാനാണ് ആടിനെ അറുക്കുന്നതെങ്കിലും അവിടെയും നന്മ സ്വീകരിക്കണം, ഗുണം സ്വീകരിക്കണം. ഏത് സംഗതിയിലും ഉണ്ട് ഇഹ്സാൻ. ഖുർആൻ അതാണ് നമ്മോട് പഠിപ്പിക്കുന്നത്. ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ. ഏറ്റവും നല്ല സ്വഭാവം നല്ല പ്രതികരണമാണ്. നല്ല നിലക്ക് നീ പ്രതികരിക്കണം. ആരോട് പ്രതികരിക്കുകയാണെങ്കിലും നല്ല നിലക്കാകണം നിന്റെ പ്രതികരണം. അതുകൊണ്ട് വലിയ ലാഭം കിട്ടും. എടുത്തു ചാടി പറഞ്ഞേക്കരുത്. ചിലപ്പോ അതുകൊണ്ട് ലാഭത്തിനേക്കാളും ഏറെ നഷ്ടം ഉണ്ടാകും. നിന്നെ ഇതുവരെ നല്ലവരായി മനസ്സിലാക്കിയവരൊക്കെ നിന്നെ ദുഷിച്ചവരായി മനസ്സിലാക്കും. എടുത്തു ചാടിയിട്ട് നീ ഒരു മറുപടി പറയരുത്, സ്വന്തം പത്നിയോട് പോലും. ചിലരോട് ഭാര്യമാർ ചോദിക്കൂ, നിങ്ങൾ എവിടേക്കാ പോകുന്നത്? അപ്പൊ ഞാൻ പോകുന്ന നീ അറിയണ്ടെന്ന് പറയും ചില ആൾക്കാർ. അങ്ങനെ പറ്റൂല. അവര് പോകുമ്പോഴൊക്കെ എണ്ണി ചോദിക്കുന്ന നമ്മളും പോകുന്ന എങ്ങോട്ടാന്ന് പറഞ്ഞൂടെ? എന്തിനാ മടി? എന്തിനാ അതിൽ പിശുക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു യാത്ര ഉദ്ദേശിച്ചാൽ 9 വീട്ടിലും കയറി പറയും. ഒരു വീട്ടിലല്ല, 9 വീട്ടിലും കയറും. 10ാമത്തെ ഒരു വീട്ടിൽ കയറും. അവസാനം അത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടാണ്. 10 വീട്ടിലും യാത്ര കഴിഞ്ഞു വന്നാൽ പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കും. കുറച്ചു നേരം ജനങ്ങൾക്ക് വേണ്ടി അവിടെ വിശ്രമിക്കും. പിന്നെ തങ്ങൾ ആദ്യം ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കയറും. 9 വീട്ടിലും കയറും. തങ്ങൾ അന്ന് പോകേണ്ട നിശ്ചയിക്കപ്പെട്ട ഒരു വീടുണ്ടെങ്കിലും അതിന്റെ മുമ്പ് എല്ലാവരെയും ഒന്ന് കാണും. ഒരു 5-5 മിനിറ്റിലായിട്ട്, അല്ലെങ്കിൽ ഒരു 10-10 മിനിറ്റിലായിട്ട്. അതൊരു സ്നേഹമസൃണമായ പെരുമാറ്റമാണ്. ഞാൻ എവിടേക്കാ പോകുന്നത് അത് നീ ചോദിക്കണ്ട, ഞാൻ ചോദിക്കാൻ. രാവിലെ പെണ്ണുങ്ങൾ വിട്ടു എടുക്കാ, ഞാനൊന്ന് ആ ഹോസ്പിറ്റലിൽ പോയി വരാം. എന്താണ്? അവിടെ നമ്മളെ കൂട്ടുകാർ സുഖമില്ലാതെ കിടക്കാതെ അവിടെ നിന്ന് കഴിഞ്ഞു. ഉച്ചക്കൊരു ഭാഗത്ത് എടുക്കാ നീ പോകുന്നു, ഞാൻ അപ്പുറത്തേക്ക് പോകുക. അയലക്കത്തെ വീട്ടിൽ. വൈകുന്നേരം വീട്ടിൽ എടുക്കാ നീ, ഞാൻ അങ്ങോട്ട് പോകാം. എനിക്ക് രാത്രി മഖ്ബറയിലേക്ക് പോയി വരാൻ, എപ്പോ പോയി സിയാറത്ത് ചെയ്ത് വരാൻ പോകും. അവര് പോകുന്ന 3 തരങ്ങളിലും ജവാബ് കിട്ടി. നമ്മൾ മാറ്റി കുളിച്ച് ഒരുങ്ങിയിട്ട് പോകണം. അല്ല നിങ്ങളോട് അത് നീ എന്തിനാ ചോദിക്കണം? അങ്ങനല്ല, നല്ല പ്രതികരണമാണ്. ഞാൻ പള്ളിയിലേക്ക് പോവാണ്, ഞാൻ മടിക്കേരിയിലേക്ക് പോവാണ്, വിരാജ്പേട്ടയിലേക്ക് പോവാണ്. അത് പറഞ്ഞിന് ആകാശം പൊളിഞ്ഞാണോ? അത് പറഞ്ഞൂടെ? അതല്ലേ നല്ല സ്വഭാവം, നല്ല പ്രതികരണമല്ലേ പ്രതികരിക്കേണ്ടത്. മക്കളോടൊക്കെ നല്ല പ്രതികരണം കാഴ്ചവെക്കണം. അപ്പൊ മക്കൾ നന്നാകും. ഭാര്യമാരോട് നല്ല രൂപത്തിൽ പ്രതികരിക്കണം. എപ്പോഴും അങ്ങനെ തന്നെയാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരണം നോക്ക്. നിങ്ങൾ വീട്ടിൽ വന്നാല് ദേഷ്യപ്പെടുവോ? തങ്ങൾ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എന്നാ ഞാൻ ഇന്ന് നോമ്പാണ്, ഞങ്ങളെ വിട്ടു പോവുകയാണ്, നാളെ വരാന്നല്ല പറയുന്നത്, നോമ്പാണ്. അങ്ങനല്ലേ തങ്ങൾ തീരുമാനിക്കുന്നത്. എന്തെങ്കിലും കൂട്ടാനുണ്ടോ റൊട്ടിയിലേക്ക്? അപ്പൊ കൂട്ടത്തിലൊരു പത്നി പറഞ്ഞു സുർക്കുണ്ട്. നമ്മളോട് നാളെ രാവിലെ സുർക്കുണ്ട് കൂട്ടാനെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അവസ്ഥ? സുബ്ഹാനല്ലാഹ്, പറയാതിരിക്കാൻ നല്ലത്.
നമ്മള് ചിലപ്പോ മേൽവിലാസം ഒന്നായിട്ട് പറയും, മൈക്കിലൂടെ പറയുന്നത് ശരി, ചിലപ്പോൾ ആൾക്കാർ കട്ടെടുത്ത് വേറെ അടിവര ഇടും. ഇതോട് പറയാൻ പേടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കൂട്ടാൻ വല്ലതുണ്ടോ എന്ന് ചോദിച്ചു. അന്നേ കൂട്ടാനുണ്ട്. റൊട്ടി കൊണ്ടുവന്നപ്പോ തങ്ങളെ ചോദ്യം കൂട്ടാനുണ്ടോ? ഇവിടെ കൂട്ടാനെന്നല്ലേ പറയാ. ആ കൂട്ടാനുണ്ടോ? ഉദും. അപ്പൊ ഒരു പത്നി പറഞ്ഞു സുർക്കുണ്ട്. നമ്മൾ പറയുന്ന ശൈലി ഇതിലൂടെ പറയാൻ പറ്റൂല, നിങ്ങൾക്ക് ഓർമ്മല്ലേ? ആ പ്രതികരണം അല്ല നല്ലത്. തങ്ങൾ പറഞ്ഞു നിഅമൽ ഉദുമു അൽ ഖൽ, സുർക്ക നല്ല കൂട്ടാനാണ്, കൊണ്ടുവരുന്നു. സുർക്ക നല്ല കൂട്ടാനാണ്. റൊട്ടി കഷ്ണം ഇങ്ങനെ മുറിച്ചെടുത്ത് സുർക്കയിൽ ഒപ്പിയെടുത്ത് തങ്ങൾ അങ്ങനെ ഭക്ഷിച്ചു. രാത്രിയിലെ കറി കൊണ്ടുവന്ന് കൊടുത്താൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്. ചില വീട്ടില് ബദറും ഉഹദും ഒപ്പായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. പഴഞ്ചോറ് കഴിച്ചിട്ടുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാർ കേൾക്കുന്ന വാള് അവര് നന്നായി ഇഫ്ലായിക്കോളും. പഴഞ്ചോറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിയില്ലേ? ഓ അറിയും. കുറെ മലപ്പുറത്തിനൊക്കെ ഉള്ളതല്ലേ. രാത്രി ഉറങ്ങിയ ചോറ് നടത്തും. രാത്രിയുള്ള ചോറ് രാവിലെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് മുതഅല്ലിമീങ്ങളെ കൊണ്ടുപോയപ്പോ എല്ലാവരും കൊണ്ടുപോകുന്ന മുതഅല്ലിമീങ്ങളെക്കാൾ അധികം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ചില വീട്ടിലേക്കൊക്കെ 4 മുതഅല്ലിമീങ്ങളാണ് രാത്രി ഭക്ഷണം. ചില വീട്ടിലേക്ക് 2, ചില വീടുകളിലേക്ക് 3. മാഷാ അല്ലാഹ്. ദർസ് അല്ലാഹു നിലനിർത്തി തരട്ടെ. ദർസൊക്കെ നല്ലോണം വലുതാക്കണം. എല്ലാവരും മുതഅല്ലിമീക്ക് ഭക്ഷണം ഭക്ഷണം കൊടുക്കണം. നല്ലതാ. അതൊക്കെ തന്നെ ദീന്റെ ഖിദ്മത്ത് എന്ന് പറഞ്ഞാൽ. പിന്നെ എന്താ ഖിദ്മത്ത്? നമ്മുടെ ഭക്ഷണം കൊടുക്കണം. ഞാനൊക്കെ ഓതി പഠിക്കുന്ന സമയത്ത് കാന്തപുരത്തുനിന്ന് ചെറിയ പിസ്താദിന്റെ കീഴിൽ അള്ളാഹുടത്തേക്ക് ദർജയേറ്റി കൊടുക്കട്ടെ. എനിക്ക് ഭക്ഷണം തന്നിരുന്ന ആയിഷ ഹജ്ജുമ്മ ബഹുമാനപ്പെട്ട സുൽത്താനുലുമയുടെ പെങ്ങളാണ്. ഉമ്മയും വഫാത്തായി പോയി. അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. 50 കൊല്ലം മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത ഉമ്മയാണ്. ചെറിയ ഗ്രേഡൊന്നും അല്ല അത്. ആഗ്രഹല്ലേ? നമ്മളും കൊടുക്കണം. അതിനാണ് അള്ളാഹു ഈ കാശ് എന്ന് പറഞ്ഞ സാധനം തന്നിരിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് ഇങ്ങനെ എന്റെ അടുത്ത് അത്ര ഉണ്ട്, ഞാൻ എത്ര ഉള്ളു, ഉഷാറിലാണ്, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. അത് ദീന്റെ ഖിദ്മത്തിനും ദുന്യാവിന്റെ ആവശ്യത്തിനും ചെലവഴിക്കാനുള്ളത്. നല്ല മാർഗങ്ങൾ ചെലവഴിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. 50 കൊല്ലം മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞാൽ ചെറിയൊരു സംഗതിയാ സഹോദരങ്ങളെ. ദീന്റെ വലിയ ഖിദ്മത്തല്ലേ. ഒരു വഫാത്തായപ്പോ നേരത്തെ അവരിൽ നിന്ന് ഭക്ഷണം കിട്ടിയ മുതഅല്ലിമീങ്ങളൊക്കെ വന്നിരുന്നു. എന്തൊരു സന്തോഷാണ്. അവരൊക്കെ ഖബറിന്റെ അടുത്ത് വന്നൊരു സലാം പറയുമ്പോ, ഒരു ഫാത്തിഹ ഓതി ദുആർക്കുമ്പോ, ആ ഉമ്മാക്ക് വേണ്ടി അവർ ഹദിയാക്കുമ്പോ എത്ര വലിയ സന്തോഷാണ് അവർക്ക്. അല്ലാഹു അവർക്ക് ദർജയേറ്റി കൊടുക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മുതഅല്ലിമീങ്ങളെ ഭക്ഷണത്തിന് കൊണ്ടുപോകുമ്പോ തങ്ങൾ പറഞ്ഞു കുറച്ച് അധികം മുതഅല്ലിമീങ്ങൾ വന്നിട്ടുണ്ട്, കൊണ്ടുപോകുന്നവർ അതിന്റെ ഇരട്ടി കൊണ്ടുപോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്കും 5 ആളുണ്ട്. തങ്ങൾ കൊണ്ടുപോയത് 10 പേരെയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു പതിവുണ്ട്. നേരത്തെയുള്ള പതിവാണ്. മദീനയിൽ തുടങ്ങിയ പതിവല്ല, മക്കയിൽ വെച്ച് തന്നെ ആ പതിവുണ്ട്. മഹബത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു പതിവാണ്. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയം ഇങ്ങോട്ട് വരും, മറ്റൊരു സമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങോട്ടും ചെല്ലും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സാധാരണ ചെല്ലുന്നത് ഇശാഇന്റെ ശേഷമാണ്. ഇശാഇന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു അല്പനേരം നല്ലവണ്ണം വർത്തമാനം പറയും. എന്നിട്ട് സലാം പറഞ്ഞ് തങ്ങൾ എഴുന്നേൽക്കാൻ ഒരുങ്ങുമ്പോ പിരിഞ്ഞു പോരും. അത് ജീവിതത്തിന്റെ ഒരു പതിവായി ശീലിച്ച് മദീനയിൽ വന്നപ്പോഴും അത് തുടർന്നു. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് പകരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ വീട്ടിലേക്ക് പോകും. ഒരല്പനേരം അവിടെ വെച്ച് 2 പേരും വർത്തമാനം പറയും. എന്തെങ്കിലും ചെറിയ ഭക്ഷണം ഉണ്ടെങ്കിൽ കൂടെ ഭക്ഷിക്കാൻ കൂടും. എന്നിട്ട് തങ്ങൾ എഴുന്നേൽക്കുമ്പോ സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് തിരിച്ചു പോരും. അത് മഹബത്തിന്റെ ഭാഗമായി നേരത്തെയുള്ളൊരു ശീലമാണ്. ഇരിക്കട്ടെ, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എന്ന മകനെ വിളിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതെന്റെ വീട്ടിലേക്കുള്ള അതിഥികളാണ്. ഇന്ന് പള്ളിയിൽ നിന്ന് പലർക്കും അതിഥികളെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്, മുതഅല്ലിമുകളാണ്. അവരെ കൊണ്ടുപോയി പെട്ടെന്ന് ഭക്ഷണം കൊടുത്തിട്ട് അവരെ തിരിച്ചേക്കണം. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ
ഉപ്പ മുത്തുനബി തങ്ങളോടൊപ്പം പോയിട്ടുണ്ട്. ഉപ്പാനെ കാത്തിരിക്കണ്ട, പെട്ടെന്ന് ഭക്ഷണം കൊടുത്ത് ഇവരെ പറഞ്ഞേക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ മഹദി പെട്ടെന്ന് ഭക്ഷണം റെഡിയാക്കി മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പെട്ടെന്ന് നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ, നിങ്ങൾക്ക് നേരത്തെ ഭക്ഷണം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിഥികളെ ഭക്ഷണം കൊടുപ്പിക്കുന്നത് നേരത്തെയാക്കുന്നതും വൈകിപ്പിക്കാതിരിക്കുന്നതും ആതിഥേയ മര്യാദയിൽപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. 5 വിഷയം ഖുർആനി എണ്ണി പറഞ്ഞതിൽ ഒന്ന്, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വീട്ടില് അതിഥികൾ വന്നപ്പോൾ ഫറാഗ ഇലാ അഹ്ലിഹി ഫജാഅ ബിജിലിൻ സമീൻ, പെട്ടെന്ന് സാറ ബീവിയോട് പോയിട്ട് നല്ലൊരു കാളക്കുട്ടിയെ എടുത്തിട്ട് ചുട്ട് വേവിച്ച് ചുട്ട രൂപത്തിലൊരു കാളക്കുട്ടിയെ പെട്ടെന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തത്. നേരം വൈകിപ്പിക്കാതിരിക്കുന്നത് ഒരു മര്യാദയാണ്. അത് കല്യാണത്തിലേക്ക് ആളുകൾ വന്നാലും സൽക്കാരത്തിലേക്ക് വന്നാലും മൗലിദിന് വന്നാലും പെട്ടെന്ന് ഭക്ഷണം കൊടുക്കുന്നത് മര്യാദകളിൽ ഒന്നാണ്. ഇരിക്കട്ടെ, പെട്ടെന്ന് ഭക്ഷണം തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിഥികൾ പറഞ്ഞു, ഞങ്ങൾ ഈ വീട്ടിലേക്കാണെന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ മനസ്സിലൊക്കെ ഒരാഗ്രഹം വീട്ടുകാരനോടൊപ്പം ഭക്ഷണം കഴിക്കാനാണ്. അതുകൊണ്ട് വീട്ടുകാരൻ വരട്ടെ. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു പലപ്പോഴും പറഞ്ഞു, അല്ല നിങ്ങളൊന്ന് ഭക്ഷണം കഴിക്കണം. ബാപ്പ വന്നാ നേരെ ചീത്ത കേൾക്കേണ്ടി വരും. ഞാൻ ഭക്ഷണം തന്നില്ല, നേരം വൈകിപ്പിച്ചു എന്നേ ഉപ്പ പറയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു, പിന്നെയും ഭക്ഷണം കഴിക്കാലോ. നിങ്ങൾ അല്ല, ഞങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കൂടെ കഴിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അവരവിടെ ഇരുന്നു. ഏകദേശം ഉപ്പ വരാൻ നേരം കണ്ട് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു മാറി നിന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലെത്തിയിട്ട്, അല്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലേ? ഇല്ല, ഞങ്ങള് നിങ്ങളെ കാത്തിരിക്കുക. എന്നെ കാത്തിരിക്കുക, നിങ്ങൾക്ക് നേരത്തെ ഭക്ഷണം തരാനല്ലേ പറഞ്ഞു. അബ്ദുറഹ്മാൻ എവിടെ? അബ്ദുറഹ്മാനെ വിളിച്ചു, മറുപടിയില്ല. ഒരു ഭാഗത്ത് മാറി നിൽക്കാണ്. അബ്ദുറഹ്മാനെ, എന്റെ ശബ്ദം നീ കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം, നീ ഇങ്ങോട്ട് വാ, ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാം. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, തന്റെ കാരണത്താൽ അല്ലാതെ ചീത്ത കേൾക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ മാറി നിൽക്കുന്നത് നല്ലതാണ്. എന്നാ നേരിട്ട് ചീത്ത കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ, തന്റെ കാരണം കൊണ്ടല്ലല്ലോ ഈ ചീത്ത, താനല്ലല്ലോ അതിന് ഉത്തരവാദി. ചിലപ്പോ അങ്ങനെ ആയിരിക്കും, പ്രതി വേറെ ആൾക്കും കിട്ടുന്നത് നമുക്കായിരിക്കും. അപ്പൊ മാറി നിൽക്കുന്നതാ നല്ലത് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഹദീസ് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇരിക്കട്ടെ, അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വന്നില്ല, ഒരു ഭാഗത്ത് അവിടെ ഇരുന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് ഇവര് ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടുള്ള ദേഷ്യത്തിൽ പറഞ്ഞു, എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്കും വേണ്ടാന്നോ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ടാന്നോ. പടച്ചോനെ, വന്ന അതിഥികൾ ഭക്ഷണം കഴിക്കാതെ പോകാന്നാണ് അതിനേക്കാളും വലിയ മാനക്കേടല്ലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പോട്ടെ, നേരത്തെ പറഞ്ഞ ശൈത്താന്റെ ഭാഗത്തു നിന്നാണ് അത് ഒഴിവാക്കി. ഇരിക്കൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. കൈകേകി അതിഥികളോടൊപ്പം അങ്ങനെ ഭക്ഷണം കഴിച്ചു. സുബ്ഹാനല്ലാഹ്, മാ അഖദ ലുഖ്മതൻ ഇല്ലാ റബാ മിൻ അസ്ഫലിഹാ അക്സറു മിൻഹാ. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു പിടി ഭക്ഷണം പാത്രത്തിൽ നിന്നെടുക്കുമ്പോ അതിനേക്കാൾ അധികം പാത്രത്തിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. ഒരു കോരി പാത്രത്തിൽ നിന്നെടുത്തോ 2 കോരി അവിടെ വരികയാണ്. ഒരൊറ്റ പിടി എടുക്കുമ്പോ 2 പിടി വർദ്ധിക്കുന്നു, 2 പിടി എടുക്കുമ്പോ 4 പിടി കൂടുതലായി വരുന്നു. ഭക്ഷണം ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. വലിയ അത്ഭുതത്തോടെ ഭക്ഷണത്തിലേക്ക് നോക്കിയിട്ട് സിദ്ദീഖ് തങ്ങള് ഭാര്യയെ വിളിച്ചു, യാ ഉഖ്ത ബനി ഫിറാസ്, ഓ പെണ്ണേ, ഒന്നിങ്ങ് നോക്കിക്കോ, വന്ന് നോക്കിക്കോ, നേരത്തെ കൊണ്ടുവന്ന് വെച്ച ഭക്ഷണം ഇത്രയുണ്ടോ? ഭാര്യ പറഞ്ഞു, ഭക്ഷണം അധികമായിട്ടുണ്ടല്ലോ, ഇത്ര ഭക്ഷണം ഞാൻ വിളമ്പി വെച്ചിട്ടില്ലല്ലോ. ഇവര് ഭക്ഷണം കഴിച്ചിട്ടും ഭക്ഷണം ബാക്കിയാണ്. ബറക്കത്താണ് സഹോദരങ്ങളെ. മുതഅല്ലിമുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ പിശുക്ക് കാണിക്കരുത്. ഉസ്താദുമാർക്ക് മാസത്തിൽ ഒരു ഭക്ഷണം കൊടുക്കാൻ പിശുക്ക് കാണിക്കരുത്. മാസത്തിലാ, വർഷത്തിലാ, 2.5 കൊല്ലത്തിൽ ഒന്നോ? സുബ്ഹാനല്ലാഹ്, അപ്പൊ ഒട്ടകം തന്നെ കൊണ്ടു കൊടുക്കേണ്ടി വരും. അത്രയും കുറവാ. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അതുകൊണ്ടാണത്. മഹല്ലത്തിൽ അള്ളാഹു ബർക്കത്തേറ്റി തരട്ടെ. എന്നാലും ഒരു ദിവസം കൊടുക്കുമ്പോ അത് കുറച്ചൊക്കെ മോശാവില്ല, ഉഷാറാകും. അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. നല്ല നിയ്യത്തോടെ നല്ല ഭക്ഷണം കൊടുക്കുക. ഉസ്താദുമാർക്കല്ലേ ഭക്ഷണം കൊടുക്കുന്നത്. നിസ്കരിക്കുന്നവരും ഇമാമത്തിന് നേതൃത്വം കൊടുക്കുന്നവരും നമ്മളെ മക്കളെ പഠിപ്പിക്കുന്നവരും വലിയ ഖിദ്മത്തല്ലേ അവർ ചെയ്യുന്നത്. നല്ല നിയ്യത്തോടെ കൊടുക്കുക. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഭക്ഷണം ഇങ്ങനെ വർദ്ധിച്ചു.
ഈ സമയത്ത് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് ഇത് പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ രാത്രിയല്ലേ, തങ്ങൾ ഉറങ്ങിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ പോകണ്ടെന്ന് വെച്ച് സുബഹിക്ക് പോകാൻ കരുതി. ആ വർദ്ധിച്ച ഭക്ഷണം അവിടെ വെച്ചു. സുബഹി നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങൾ റൂമിലേക്ക് പോകുമ്പോ ഈ വിവരം പറഞ്ഞു. മദീന പള്ളിയിൽ നിന്ന് സബക്ക് കഴിഞ്ഞ് ദർസ് കഴിഞ്ഞ് റൂമിലേക്ക് കയറുമ്പോ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലെ എന്റെ വീട്ടിൽ വന്ന അതിഥികൾ അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ ഒരു പിടി ഭക്ഷണം എടുക്കുമ്പോഴേക്ക് പാത്രത്തിൽ ഭക്ഷണം ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ബറക്കത്തുള്ള ഭക്ഷണമാണ്. വല്ലതും നിങ്ങളെ വീട്ടിൽ ബാക്കിയുണ്ടോ? ഉണ്ടെങ്കിൽ അല്പം കൊണ്ടുവരൂ. ബറക്കത്തുള്ള ഭക്ഷണം ചോദിച്ച് വാങ്ങുന്നത് നല്ലതാണ്. ഇമാമിങ്ങൾ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, ബറക്കത്തുള്ള ഭക്ഷണം ആരുടെയെങ്കിലും പക്കൽ സൂക്ഷിപ്പുണ്ടെങ്കിൽ അത് ചോദിച്ചു വാങ്ങുന്നത് നല്ലതാണ്. തലേ ദിവസം രാത്രിയിലുള്ള ഭക്ഷണമാണ് പിറ്റേന്ന് സുബ്ഹിക്ക് ശേഷം ഭക്ഷിക്കുന്നത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു രാത്രി ഉറങ്ങി എന്ന് കരുതിയിട്ട് ആ കറി ഉപയോഗിക്കാൻ പറ്റാത്ത രൂപത്തിലൊന്നും ആയിട്ടില്ല, ടേസ്റ്റ് ഒന്നും മാറിയിട്ടില്ലെങ്കിൽ അത് ചിന്തിക്കളയണ്ട, മറ്റൊരു ഭാഗത്തേക്ക് വേസ്റ്റാക്കി തള്ളണ്ട, ഭക്ഷണം ഒഴിച്ചു കളയണ്ട. നമ്മുടെ രാജ്യത്ത് മണ്ണ് തിന്ന് ജീവിക്കുന്നവരുണ്ടെന്നുള്ള വിഷയം മറക്കാതിരിക്കണേ. മണ്ണ് കുയച്ചുകൊണ്ട് തിന്നുന്ന ആളുകൾ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്നവരിലുണ്ട്. ഭക്ഷണം കിട്ടാതെ പാത്രങ്ങളുമായി ഹോട്ടലിന്റെ മുന്നിൽ നടക്കുന്നവര് ഇന്നും പലയിടത്തും കാണാം. സുബ്ഹാനല്ലാഹ്. രാത്രി ഉറങ്ങിയ ഭക്ഷണം എന്ന നിലക്ക്, രാത്രി ഉറങ്ങിയ കറിയാണ് എന്ന നിലക്ക് വേസ്റ്റായി തള്ളിയേക്കരുത്. രുചി മാറ്റമോ കേടാകുന്ന രൂപത്തിലോ ആയിട്ടില്ലെങ്കിൽ അത് ഭക്ഷിക്കുന്നത് നല്ലതാണ്. ഇനി അതൊന്ന് പുതുക്കി ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിലൊന്ന് മുക്കിയിട്ട് നല്ല രൂപത്തിലാക്കാൻ പറ്റും. ഒന്നുകൂടി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചില ചേരുവകളൊക്കെ ചേർത്താല് പഴയതിന്റെ അവസ്ഥ മാറിയിട്ട് പുതുമ വരുമെങ്കിൽ അങ്ങനെ തന്നെ ഉപയോഗിക്കലാണ് നല്ലത്. ആ വിഷയവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏത് ഭക്ഷണത്തോടും തങ്ങൾ കാണിച്ച സ്വഭാവം, ഒരൊറ്റ ഭക്ഷണത്തെയും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ഒരു ഭക്ഷണത്തെ പോലും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഇനിഷ്തഹാഹു അകലഹു, തങ്ങൾക്ക് വേണമെന്ന് തോന്നിയാൽ താല്പര്യമുണ്ടെങ്കിൽ തങ്ങൾ ഭക്ഷിക്കും. വഇല്ലാ തറകഹു, അല്ലേ തങ്ങൾ ഉപേക്ഷിക്കും. നമ്മൾ എന്ത് ചെയ്യും? കൊണ്ടുവന്നത് ഒരു 350 കിലോന് 350 രൂപ ആദ്യമായിട്ട് കൊടുത്തിട്ട് ഒരു കിലോ മീൻ വാങ്ങിക്കൊണ്ട് ഇതുവരെ കൊണ്ടുവന്നൊക്കെ 100, 150, 50 ഒക്കെ. ഇപ്പൊ ഒരു 350 കുറച്ച് നല്ല മീൻ കണ്ടപ്പോ ഒരു കിലോ വാങ്ങി കൊണ്ടുവന്നു. ആ മത്സ്യം കൊണ്ടുവന്ന് നമ്മുടെ പ്രിയപ്പെട്ട പത്നി, ഭാര്യ, അല്ലെങ്കിൽ മകള്, അല്ലെങ്കിൽ സഹോദരി, അല്ലെങ്കിൽ ഉമ്മ, അവരുടെ സമയങ്ങളൊക്കെ ഉള്ള സമയമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് അവര് ഉണ്ടാക്കിയെടുത്തതൊക്കെ പൊരിച്ച് റെഡിയാക്കി അതില് മുളകും മറ്റൊക്കെ റെഡിയായി കൊണ്ടുവന്നു മുന്നിൽ വെച്ചു. നല്ല വാസനയും നല്ല ടേസ്റ്റും നല്ല പൊരിയും ഒക്കെ റെഡി ആയിട്ട് നമ്മളെന്ത് പറഞ്ഞു? ഇങ്ങനെ പൊരിച്ചത് ഇതിനാപ്പത് കൊണ്ടുവന്നത് ഇങ്ങനൊക്കെ പൊരിക്കാനാണ് നാം മത്തി വാങ്ങിയാൽ മതി, അത്ര വിലക്കാതെ വാങ്ങിയത്. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ ഓരോന്നിങ്ങനെ തുടങ്ങുമ്പോ അടുക്കളയെന്ന് ഭാര്യ വിചാരിച്ചു, ഓ സമാധാനായി, ഇനിയിപ്പൊ രാത്രി പൊരിക്കണ്ടല്ലോ, അത് ഒന്നുകൂടി ഒന്ന് റീകണ്ടീഷൻ ചെയ്ത് കൊടുത്താൽ മതി. പ്ലേറ്റ് എടുക്കാൻ വന്ന് നോക്കുമ്പോ മുള്ളു മാത്രം. പറയാനുള്ളത് മൊത്തം പറഞ്ഞു, തിന്നാനുള്ളത് മൊത്തം തിന്നു. അതെന്ത് സ്വഭാവം, അതെന്ത് ശൈലിയ സഹോദരങ്ങളെ. ഭാര്യ വന്ന് നോക്കുമ്പോ ഒരൊറ്റ മീൻ്റെ തല പോലും ഇല്ല, തല അടക്കം മൂപ്പര് കടിച്ചു തുപ്പിയിട്ടുണ്ട്. അല്ല നിങ്ങളല്ലേ അത്, പിന്നെ ഞാനങ്ങനെ തിന്നപ്പോ അങ്ങനെ പിന്നെന്തിനാ പറഞ്ഞേ? പിന്നെന്തിനാ എത്രത്തോളം പറഞ്ഞത്? പറയരുത്. ഒരു ഭക്ഷണത്തെയും കുറ്റം പറയരുത്. ഭക്ഷണം ഇല്ലാത്തവരെ ഓർത്താല് നമുക്ക് അങ്ങനെ കുറ്റം പറയാൻ തോന്നും. ഭക്ഷണം നേർക്ക് കിട്ടാത്ത ആളുകൾ, അങ്ങനത്തെ ആൾക്കാർ നിങ്ങൾക്ക് ഓർമ്മല്ലേ? ഡൽഹിയുടെ പരിസരത്ത് ജീവിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ്. അവര് പലർക്കും ഭക്ഷണമല്ല. 2 ദിവസം കൂടുമ്പോ ഒരു ഭക്ഷണം കിട്ടിയെങ്കിലായി ചിലർക്കൊക്കെ. ഒരു ദിവസത്തിൽ ഒരു നേരത്തെ ഭക്ഷണം മാത്രം കഴിക്കുന്നവര് മനുഷ്യരല്ലേ സഹോദരങ്ങളെ, മുസ്ലിങ്ങളല്ലേ അവര്?
അവരെ ഓർക്കണം നമ്മൾ. ഒരു ഭക്ഷണത്തെയും കുറ്റം പറയരുത്. ഒരിക്കലും ഒരു ഭക്ഷണത്തെയും തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ഇനി ഏതെങ്കിലും ഒരാള് ഭക്ഷണത്തിൽ മുടി കണ്ടാൽ രോഷം കൊള്ളണ്ട. മുടി കിട്ടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചീത്ത പറഞ്ഞിട്ടില്ല. മുടി കിട്ടിയതിന് എന്തിനാ ചീത്ത പറയുന്നത്? മുടി നജസല്ലല്ലോ. നജസല്ല. ഇയാള് ഭാര്യന്റെ കൂടെ കിടന്ന് രാവിലെ എണീക്കുമ്പോ മാറിടത്തിൽ എത്ര മുടിയാ? ഇയാളെ മൂക്കിന്റെ ഭാഗത്ത് മുടി, താടിയിൽ മുടി, കാതിന്റെ ഭാഗത്ത് എത്ര മുടിയുണ്ട്? ഒരു പ്രശ്നവുമില്ല. കാരണം മുറാദൊക്കെ ഹാസിലായിട്ടല്ലേ നീച്ചു വരുന്നത്. ഒരു കുഴപ്പമില്ല, ഒരു കച്ചറയില്ല, ഒരു പ്രശ്നവുമില്ല. ഒരു പ്രശ്നം പറയുന്നില്ല, ഒന്നും പറയുന്നില്ലല്ലോ. അതിനേക്കാൾ ഇഷ്ടം പോലെ മുടിയുണ്ട്. എന്തേ പറയുന്നുണ്ട്? ഒരു ചെറിയ മുടി, ഒരു വിരലിന്റെ വലിപ്പല്ല ഒരു മുടി. ഞാൻ അവിടെ ഇപ്പൊ പർദ്ദയും മുറുക്കൊക്കെ ഇട്ടിട്ട് അടുക്കളയിൽ നിൽക്കണമെന്ന് തൽക്കാലം ഒരു പണിക്കാരത്തിന് ഏൽപ്പിച്ചോളൂ. ഒരു ദിവസം 350 കൂലിക്ക്. 1 രൂപ കൂലിയും പോലും ചോദിക്കാതല്ലേ നമുക്ക് ആ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്. അതിന്റെ ഒരു നന്ദി നമ്മൾ കാണണ്ടേ? സുബ്ഹാനല്ലാഹ്. അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ വലിയ ഡേഞ്ചറാണ് സംഗതി. വാതിന് പോയൊരു വീട്ട്, നിങ്ങളുടെ നാട്ടിലല്ല കേട്ടോ, പുറത്താണ്. വാതിന് പോയിട്ട് മുമ്പല്ലേ ഇപ്പൊ ഭക്ഷണം കഴിക്കുക. അന്ന് ഭക്ഷണം കഴിക്കലൊക്കെ വാല് കഴിഞ്ഞിട്ടായിരുന്നു. അന്നത്തെ സൗകര്യം എങ്ങനെയായിരുന്നു? വാല് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഒരു പ്രായമുള്ള കാരണവരെ വീട്ടിലാണ്. അദ്ദേഹത്തിനൊരു മുടി കിട്ടി. ഞാൻ അദ്ദേഹത്തിന്റെ കൈ പിടിച്ചു, എന്റെ ഇടത്തെ കൈ കൊണ്ട് പിടിച്ചു. ചീത്ത പറയരുത്. ആ അടുക്കളയിലുള്ള ഉമ്മാന്റെയും തങ്ങളുടെയൊക്കെ മനസ്സെത്ര വേദനിക്കും. ഒരു തലക്കെട്ടിട്ട് മൂലയൊരു വീട്ടിലേക്ക് ഒരു അതിഥിയായി വന്നിട്ട് അയാളെ മുന്നിൽ വെച്ചിട്ട് ചീത്ത പറയാൻ സൈക്കോ സഹോദരങ്ങളേത്. നിങ്ങളൊന്ന് ആലോചിച്ചു. നമ്മളെ വീട്ടിലേക്ക് ഒരു അതിഥി വന്നിട്ട് നമ്മളെ ഭാര്യക്കും ഉമ്മക്കും നമ്മൾ ചീത്ത പറയുമ്പോ എത്ര വിഷമം ഉണ്ടാവും? ഒന്ന് ചിന്തിച്ചു. കഴിവിന്റെ പരമാവധി ഞാൻ അദ്ദേഹത്തെ പിടിച്ചു വെച്ചു. നമ്മളെക്കാളും വലിയ ആരോഗ്യം മൂപ്പര് കൊടഞ്ഞു മാറ്റി മൂപ്പര് എണ്ണീറ്റ് പോയി. മൂപ്പര് അടുക്കളയിൽ പോയിട്ട് സുബ്ഹാനല്ലാഹ് എന്തെല്ലാം പറഞ്ഞില്ല. വല്ലാത്ത സങ്കടം. നമുക്ക് കേൾക്കുമ്പോൾ സങ്കടല്ലേ? അവരാ പെണ്ണുങ്ങൾ, നമ്മളൊരാൾ വീട്ടിൽ നിന്ന് നിൽക്കുക, അവർ മിണ്ടാതെ പതുക്കെ അതൊക്കെ കേൾക്കല്ലേ? എന്തെല്ലാം വർത്തമാനങ്ങളാ പറഞ്ഞു. മേൽവിലാസം ഒന്നും പറയാൻ ബാക്കിയില്ല. 10 കൊല്ലം മുമ്പ് മരിച്ച വാപ്പാനെയും വല്യപ്പാനൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അവിടെ പറ നേരെ അങ്ങോട്ടല്ലേ പോവാ. അപ്പോഴല്ലേ അതിന് റേഞ്ച് കൂടുതൽ കിട്ടുക. ഒരു ചെറിയ മുടി, നജസൊന്നുമല്ല. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചതെന്നുള്ള സ്വഭാവമല്ലേ നമ്മൾ പകർത്തേണ്ടത്? മൂപ്പര് എഴുന്നേറ്റ് പോയപ്പോ എനിക്ക് തോന്നി അല്ലാഹു തആല അത് ഇങ്ങനെ വിധിച്ചത് വലിയ ഖൈറായിരിക്കും. എനിക്കൊരു മുടി, ഞാനത് ഒഴിവാക്കി. എനിക്ക് മുടി കിട്ടുമ്പോഴെങ്ങാനും മൂപ്പരുണ്ടെങ്കിൽ അവിടെ ഉറപ്പാ ഉജൂബ. അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചു, അള്ളാന്റെ ഖളാ നമുക്ക് അനുകൂലാണ്. അങ്ങനെ മൂപ്പര് പോകലാണ് ഖൈറ്. മൂപ്പര് ഞാൻ പിടിച്ചു വെച്ചിരുന്നെങ്കിൽ സംഗതി ഇങ്ങനല്ലല്ലോ ഉണ്ടാകുക. പക്ഷെ സഹോദരങ്ങളെ, അതൊരു പ്രശ്നാക്കേണ്ട സംഗതി അല്ലല്ലോ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടപ്പോ അംർ ഇബ്നു അഖ്തബിൽ അൻസാരി റളിയല്ലാഹു അൻഹു മരത്തിന്റെ പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു കൊടുത്തു. മരത്തിന്റെ പാത്രത്തിലാണ് വെള്ളം കുടിക്കാൻ കൊണ്ടുവന്നു കൊടുത്തത്. ആ പാത്രത്തിലേക്ക് തങ്ങൾ ഇങ്ങനെ നോക്കി. കുടിക്കാൻ തരുന്ന വെള്ളം കുടിക്കുന്നതിന്റെ മുമ്പ് അതിലേക്കൊന്ന് നോക്കൽ സുന്നത്തുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒഴിവാക്കാനുള്ളതുണ്ടെങ്കിൽ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നോട്ടം സുന്നത്ത്. സഹോദരങ്ങളെ, തങ്ങൾ ആ വെള്ളത്തിലേക്ക് നോക്കുമ്പോ ഒരു മുടി, ഈ സ്വഹാബിയുടെ മുടിയാണ്, വെള്ളം കൊണ്ടുവന്ന സ്വഹാബിയുടെ മുടി. ആ വെള്ളം തങ്ങൾ മറിച്ചു കളഞ്ഞോ? വേറെ വെള്ളം കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടോ? ഇല്ലേ, ഇല്ല. മുടി ഇങ്ങനെ എടുത്തിട്ട് തങ്ങൾ ഒറ്റ ദുആ, അല്ലാഹുമ്മ ജമ്മിൽഹു, അല്ലാഹുവേ ഈ സ്വഹാബിന്റെ അഴക് നിലനിർത്തി കൊടുക്കുക, ഭംഗി നിലനിർത്തി കൊടുക്കുക അല്ലാ. നാളെ പിറ്റേന്ന് നിങ്ങൾക്ക് മുടി കിട്ടിയാൽ ഇത് തന്നെയാണ് പറയേണ്ടത്. അങ്ങനെ തന്നെ അധ്യായം ഇട്ടുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു കിതാബുൽ അദ്കാറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇമാം ബുഖാരി തങ്ങൾ അദബുൽ മുഫ്രദിലും കൊണ്ടുവന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഭക്ഷണത്തിൽ ഇങ്ങനെ കിട്ടിയാൽ എന്താ സ്വീകരിക്കേണ്ടത്? അവര് മാതൃക കാണിച്ചു തരുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത മാതൃകയാണ്. തങ്ങൾ ദ്വാർക്കുകയാണ്, അല്ലാഹുമ്മ ജമ്മിൽഹു, അഴക് നിലനിർത്തി കൊടുക്കുക അല്ലാഹ്. നമ്മളെ ഭാര്യക്ക് നല്ല അഴക്, നമ്മൾ പ്രായം
പ്രായം അങ്ങേറ്റത്തെത്തുമ്പോ നമ്മളെ ഭാര്യ 18ന്റെ പളവളപ്പിൽ കണ്ടാല് നമ്മളെ ശരീരത്തിന്റെ രോഗങ്ങൾക്കൊക്കെ പെട്ടെന്ന് ശമനം കിട്ടും. നമ്മളെ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ വിഷമാവസ്ഥകൾ ഉണ്ടെങ്കിൽ അതിന് റാഹത്ത് കിട്ടും. അവരാരോഗ്യത്തോടെ നിന്നാല് നമ്മളെ നോക്കാൻ ഏറ്റവും നല്ലതല്ലേ, നമ്മുടെ കൂടെ ജീവിക്കാൻ അത് ഖൈറല്ലേ. ഈ സ്വഹാബിക്ക് തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. സ്വഹാബത്ത് പറയുന്നു 93 വയസ്സിൽ ആ സ്വഹാബിനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. താടിയിലോ തലയിലോ ഒരൊറ്റ രോമവും നരച്ചിട്ടില്ല. അന്ന് തങ്ങൾ ദുആ ചെയ്തില്ലേ, അല്ലാഹുമ്മ ജമ്മിൽഹു, അഴക് നിലനിർത്തി കൊടുക്ക് അല്ലാഹ്. അതുകൊണ്ട് മാന്യ സഹോദരന്മാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, ഉമ്മാമമാരെ, കുറുമ്പ് പിടിച്ചുകൊണ്ട് ദേഷ്യം പിടിക്കരുത്. അതിന്റെ പേരിൽ പിണങ്ങി പോകരുത്, രോഷം കൊള്ളരുത്. സുബ്ഹാനല്ലാഹ്. വീട്ടിലേക്ക് നിങ്ങൾ വരുമ്പോ വീട് വൃത്തിയാക്കാത്തൊരവസ്ഥ കാണുകയാണെങ്കിൽ ഒരല്പനേരം ചിന്തിക്കണം. ഒരുപാട് ജോലി തിരക്കെന്റെ ഭാര്യക്കുണ്ട്, ഇന്ന് ഞാനൊന്ന് വൃത്തിയാക്കിയാലോ. വൃത്തിയാക്കാത്തതിനവളോട് രോഷം കൊണ്ട് ചീത്ത പറഞ്ഞ്, ഈ മാർബിളിന്റെയും ഗ്രാനൈറ്റിന്റെയും ഒക്കെ വില പറഞ്ഞ് അവിടെ മലിനീകരണം സൃഷ്ടിക്കുന്നതിന് പകരം ഒന്ന് വടിക്കുന്ന വടിയെടുത്തിട്ട് ആ തോർത്തെടുത്തിട്ട് ചൂലെടുത്തിട്ടൊന്ന് അടിച്ചു വാരുന്നത് സുന്നത്ത് തന്നെയാണ്. ഒഴിവ് കിട്ടുന്ന നേരത്ത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കാന ഫീ മിഹ്നതി അഹ്ലിഹി, സ്വന്തം ഭാര്യമാരോടൊപ്പം അവരെടുക്കുന്ന തൊഴിലിൽ സഹകരിച്ചുകൊണ്ട് തങ്ങൾ ഏർപ്പെടാറുണ്ട്. പാത്രം കഴുകി കൊടുക്കാറുണ്ട്, ആടുകളെ കറന്നിട്ട് പാല് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്, വസ്ത്രങ്ങൾ തുന്നിക്കൊടുക്കാറുണ്ട്. സുബ്ഹാനല്ലാഹ്. വീടിന്റെ ചില ഭാഗങ്ങളിൽ കൊണ്ടുവെക്കേണ്ട വസ്തുക്കള് അവിടേക്ക് വളരെ കൃത്യമായി മാറ്റിവെച്ചു കൊടുക്കാറുണ്ട്. ഉണങ്ങിയ വസ്ത്രങ്ങൾ ഒരു ഭാഗത്തേക്ക് അടുക്കി വെക്കാറുണ്ട്. ഒരുപാട് കാര്യങ്ങൾ തങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു ദിവസം വീട്ടിലേക്ക് അങ്ങനെ കയറി വന്നപ്പോ അടിച്ചു വാരാത്ത വൃത്തിയാക്കാത്ത അവസ്ഥ കാണുമ്പോ പഠിക്കുന്നതിന് പകരം, ദേഷ്യം പിടിക്കുന്നതിന് പകരം ഇത് ഏറ്റവും നല്ല പ്രതികരണം എങ്ങനെയാണെന്നറിയോ? ഒന്ന് ചൂലെടുത്തിട്ട് നമ്മൾ അടിച്ചു വാരി, ആകാശം പൊളിഞ്ഞു വീഴൊന്നുമില്ല, നമ്മളെ ഏതെങ്കിലും സ്റ്റാറ്റസിന് അത് മൈനസ് ആകൂല. നമ്മൾ ഈ നാട്ടിലെ വലിയൊരു കാരണവരാണെങ്കിൽ ആ ഒരു ചൂലെടുത്തുകൊണ്ട് കാരണോസ്ഥാനന്മാരും നിങ്ങളിൽ നിന്ന് തിരിച്ചു വാങ്ങൂല. നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രസിഡന്റ് ആണെങ്കിൽ ചൂലെടുത്തത് കൊണ്ട് പ്രസിഡന്റ് സ്ഥാനം വേറെ ആൾക്ക് കൊടുക്കണം എന്ന് പറയൂല. അതുകൊണ്ട് ഒരു കുറവുണ്ടാകൂല. അത് വിനയത്തിന്റെ ശൈലിയാണ്, നല്ല സംസ്കാരമാണ്. നിങ്ങളെ ഭാര്യ നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ട് പറയും, അല്ലാഹുവേ ഈ സൽസ്വഭാവമുള്ള ഭർത്താവിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. മനസ്സറിഞ്ഞുകൊണ്ടവരെ മനസ്സിൽ നിന്ന് വരുന്ന പ്രാർത്ഥന അതിനുത്തരമുണ്ട്. ജീവിതത്തിൽ സന്തോഷമേറെയാണ്, അതിന് പ്രതികരണ ശൈലി നന്നാക്കണം. എപ്പോഴും ജീവിതത്തിന്റെ സ്വഭാവം അങ്ങനെയാണ് വേണ്ടത്. ഔലിയാക്കളും അമ്പിയാക്കളും ജനങ്ങളെ ഏറ്റവും അധികം നന്നാക്കിയത് നല്ല പ്രതികരണങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടാണ്. ലോകത്തെ ഔലിയാക്കളിൽപ്പെട്ട വലിയൊരു മഹാനല്ലേ ഇമാമുൽ ആലം അബൂ ഹനീഫ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഒരു മജൂസിയായ മനുഷ്യൻ കടം വാങ്ങി കുറച്ച് ദിർഹം. അതിന്റെ അവധിയൊക്കെ എത്തിയപ്പോ മഹാനവറുകൾ ചെന്നു അതുകൊണ്ട് ചോദിക്കാൻ വേണ്ടി, അവധിക്ക് തരാനല്ലേ, ഡേറ്റ് എത്തിയപ്പോ ചോദിക്കാൻ വേണ്ടി ചെന്നു. ഇമാമുൽ ആലം തങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ വരുന്നത് കണ്ടപ്പോ കടം കൊടുക്കേണ്ട വീട്ടുകാരൻ ഭാര്യയോട് പറഞ്ഞു, പഠിച്ചോനെ, ഇമാമുൽ ആലം അബൂ ഹനീഫ തങ്ങൾ വരുന്നത് ഞാൻ വാങ്ങിയ കടം വാങ്ങാൻ അന്ന് കൊടുക്കേണ്ട ഡേറ്റ് ആണ്. എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ. അദ്ദേഹം വീട്ടിന്റെ ഉള്ളിലേക്കാണ്. ഒന്നുമില്ലല്ലോ, നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ചുകൂടി അവധി നീട്ടി വാങ്ങണം. പേടിച്ചിട്ട് കൊടുക്കേണ്ട ടൈമാണ്, പക്ഷെ കൊടുക്കാൻ അന്ന് എന്റെ കയ്യിലല്ല, ഈ ദിവസം തരാന്നാ ഞാൻ പറഞ്ഞത്. ഇമാം അവർകൾ അതിനാ വരുന്നത്. അബൂ ഹനീഫ് റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് അങ്ങനെ കയറി. വീടിന്റെ ഏകദേശം ഒരു ചെരുവിലെത്തിയപ്പോ ഒരു അഴുക്ക് വന്ന് മഹാനവറുകളുടെ ചെരുപ്പിന്റെ വാറിൽ വന്ന് വീണു. അപ്രതീക്ഷിതമായിട്ടൊരു അഴുക്ക് വന്ന് വീണപ്പോ ചെരുപ്പൊന്നും ഇങ്ങനെ കുടഞ്ഞു.
ചെരുപ്പ് കുടഞ്ഞപ്പോ ആ അഴുക്ക് നേരെ പോയി പതിച്ചത് ഈ മജൂസിയായ മനുഷ്യന്റെ വീടിന്റെ ചുമരിലാണ്. ചരിത്രത്തിൽ കാണാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ബേജാറായി പോയി, പരിഭ്രമിച്ചു പോയി. പടച്ചോനെ, ഞാൻ ഈ ചുമരിന്റെ മുകളിൽ എന്റെ ചെരുപ്പിൽ നിന്ന് തെറിച്ച ആ അഴുക്ക് അത് പറയാതെ പോയാൽ ചുമരിൽ അഴുക്കാക്കിയ കുറ്റം എനിക്ക് രേഖപ്പെടുത്തപ്പെടുമോ? മജൂസിയോട് പറയാതെ ഞാൻ ആ അഴുക്ക് വടിച്ചെടുത്താൽ ചുമര് കേടുവരുത്തിയ കുറ്റം എനിക്കുണ്ടാകുമോ? എന്ത് ചെയ്യണമെന്നറിയാതെ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പരിഭ്രമിച്ചു പോയി. മജൂസിയായ മനുഷ്യന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഇമാം അവർകളെ, എന്റെ ഭർത്താവ് നിങ്ങൾക്ക് പണം തരേണ്ടത് ഇന്നാണ്. പക്ഷേ ഇന്ന് പണം തരാൻ ഭർത്താവിന്റെ കയ്യിൽ നയാ പൈസ പോലുമില്ല. നിങ്ങളോട് കുറച്ച് ദിവസം കൂടി നീട്ടിത്തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കടത്തിന്റെ വിഷയം അവിടെ നിൽക്കട്ടെ, അതിനേക്കാളും കാര്യഗൗരവമുള്ളൊരു കാര്യം പറയാനുണ്ട്. ഒന്നിങ്ങ് വരാൻ പറയൂ. ആ മജൂസിയായ മനുഷ്യൻ പേടിച്ചുകൊണ്ട് മുന്നിലേക്ക് വന്നപ്പോ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, സുഹൃത്തേ, അഫ്വൻ, എന്നോട് മാപ്പാക്കണം. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ വലിയ പരിഭ്രമത്തിലാണ്. ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് ഈ വിഷയം ചോദിക്കാൻ വേണ്ടി വരുമ്പോ കിട്ടാനുള്ള പണം വാങ്ങാൻ വേണ്ടിയാ ഞാൻ വന്നത്. പക്ഷേ വീടിന്റെ അടുത്തെത്തിയപ്പോ ഒരഴുക്ക് വന്ന് എന്റെ ചെരുപ്പിന്റെ വാറിന്റെ മുകളിൽ വന്ന് വീണു. ഞാനത് കുടഞ്ഞത് വേറെ എവിടേക്കെങ്കിലും പോകാനാണ്. അത് നിങ്ങളെ വീടിന്റെ ചുമരിലാണ് പറ്റിയത്. പറയാതെ പോയാൽ വീടിന്റെ ചുമര് അഴുക്കാക്കിയതിന് എനിക്ക് കുറ്റമുണ്ടാകുമോ? നിങ്ങളോട് പറയാതെ ഞാനത് വടിച്ചെടുത്താല് ചുമര് കേടുവരുത്തി എന്നുള്ള കുറ്റമുണ്ടാകുമോ? രണ്ടും പേടിച്ച് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ചുമരിന്റെ മുകളിൽ പതിച്ച ഒരു ചെറിയ അടുക്കിനെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോ മജൂസി പറഞ്ഞു, ഉസ്താദേ, ഇത്രമാത്രം പരിശുദ്ധമായ, ഇത്രമാത്രം പരിഭാവനമായ മനസ്സാണോ നിങ്ങളെ മനസ്സ്? എന്റെ മനസ്സിപ്പോഴും മാലിന്യം നിറഞ്ഞതാണല്ലോ. ഞാൻ ആരാധിക്കുന്നത് തീയിനെയാണല്ലോ. ഞാൻ എന്റെ മനസ്സിന്റെ മാലിന്യം ആദ്യം ഒന്ന് കഴുകട്ടെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. സംഭവം അറിഞ്ഞപ്പോൾ തൊട്ടു പിറകെ ഭാര്യയും ചൊല്ലിയ ഷഹാദത്ത് കലിമ, മക്കൾ ഓരോരുത്തരും ചൊല്ലിയ ഷഹാദത്ത് കലിമ. എങ്ങനെയാ ഇതുണ്ടായി തീർന്നത്? ഇത് സഹോദരങ്ങളെ, നമ്മൾ കാരണമായി ആർക്കെങ്കിലും ഒരു വിഷയം ശല്യമാകുന്ന രൂപത്തിൽ വന്നാല് അത് പറഞ്ഞു ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് വിജയിക്കുന്നവരാകണം നമ്മള്, പരാജയപ്പെടുന്നവരാകരുത് നമ്മള്. നമുക്കതിന് ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിലും മറ്റൊരാൾക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ട് വരുമോ എന്ന് കൂടുതൽ ആലോചിക്കേണ്ടതാണ്. നമ്മുടെ വീടിന്റെ സൈഡിൽ കിണർ കുഴിച്ചു, ഒരുപാട് വെള്ളവും ചളിയും, അതിൽ നിന്ന് പുറത്തേക്ക് ചളിമണ്ണും മറ്റും കോരിയിട്ടു. കുറച്ച് മണ്ണൊക്കെ പോയി വീഴുന്നത് സ്ഥലമില്ലാത്തത് കൊണ്ട് അയൽക്കാരന്റെ വീട്ടിന്റെ ഒരു ഭാഗത്താണ്, തെങ്ങിന്റെ ചുവട്ടിലാണ്. തെങ്ങിന്റെ ചുവട്ടിലേതായാലും മണ്ണല്ലേ, പ്രശ്നമല്ലാന്ന് കരുതരുത്. അവനോട് പോയിട്ട് നമ്മൾ പറയാണ്, സുഹൃത്തെ, വേറൊരു പോയിന്റും എനിക്കില്ല, ആകെ 5 സെന്റ് സ്ഥലമല്ലേ. ഒരു കിണർ കുഴിച്ചപ്പോ ഇഷ്ടം പോലെ ആഴത്തിൽ കുഴിക്കേണ്ടി വന്നു. ചളിമണ്ണും കളിമണ്ണും കുറച്ച് നിന്റെ തെങ്ങിന്റെ ചുവട്ടിലേക്കായിട്ടുണ്ട്. സാരമില്ല, അതിന്റെ തെങ്ങിന് വളമാണല്ലോ, സന്തോഷമാണല്ലോ. ഇനിയും അങ്ങോട്ട് മണ്ണ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോളൂ, എനിക്ക് പ്രശ്നമില്ല എന്നൊരു മനസ്സറിഞ്ഞ മറുപടി വരുമ്പോ നിങ്ങളും അയൽക്കാരനും തമ്മിലുള്ള സൗഹൃദ ബന്ധം ഒന്നുകൂടി മുറുക്കം കൂടുന്നു, ആത്മബന്ധത്തിന് വിലയേറുന്നു, പരസ്പര സ്നേഹത്തിന് കട്ടികൂടുന്നു. പ്രതികരിക്കേണ്ട രൂപത്തിൽ നന്നായി പ്രതികരിക്കണം. അയൽക്കാരൻ പാവപ്പെട്ട ആളാണ്, ഒരു ഗതിയും ഇല്ലാത്തവനാണ്, പക്ഷേ അവന് ചോദിക്കാൻ മടിയാണ്. ആരോരും അറിയാതെ അവന്റെ വീട്ടിലേക്ക് ഭക്ഷ്യവസ്തുക്കൾ എത്തിക്കുന്ന സ്വഭാവം പഴയകാലത്ത് മഹാന്മാർക്കുണ്ടായില്ലേ? ആരാണ് എത്തിക്കുന്നത് നീ എത്ര അന്വേഷിച്ചിട്ടും പിടികിട്ടാതെ അവസാന നേരം പിടികിട്ടിയപ്പോൾ
മജൂസികളും നസ്രാനികളും യഹൂദികളും അവരെ മനസ്സിന്റെ മാലിന്യം തുടച്ചു നീക്കിയിട്ട് വിശുദ്ധ ദീനിന്റെ നൂറ് സ്വീകരിച്ചില്ലയോ? അത് പറഞ്ഞാൽ തീർക്കാൻ കഴിയുമോ? ഏറ്റവും നല്ല പ്രതികരണമാണ് അവിടെ വേണ്ടത്. കള്ളന്മാരെയും കൊള്ളക്കാരെയും നന്നാക്കിയത് ഭീഷണിപ്പെടുത്തിയതിനേക്കാളും അധികം നല്ല പ്രതികരണം കൊണ്ടല്ലേ? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് മഹാനവർകൾ ഇശാഇന്റെ ശേഷം വീട്ടിലേക്ക് പോകുമ്പോ വീട്ടില് സാധാരണ പതിവിൽ തുറക്കാത്ത ഒരു റൂമിന്റെ വാതില് തുറന്നു കിടക്കുന്നത് കണ്ടപ്പോ ആരാണ് റൂമിന്റെ ഉള്ളിൽ എന്നറിയാൻ വേണ്ടി മഹാനവർകൾ ഒരു നോട്ടം നോക്കി. സുബ്ഹാനല്ലാഹ്, അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഒരു സഞ്ചി എടുത്തൊരു ചാക്കെടുത്ത് ഗോതമ്പ് വാരി നിറക്കുന്നു. ഒന്നിങ്ങനെ രൂപപ്പെടുത്തി നോക്കി. നിങ്ങളെ വീട്ടിന്റെ ഉള്ളിലാണ് ഈ ഒരു സാഹചര്യത്തെ രൂപപ്പെടുത്തി നോക്കി. ഒച്ചപ്പാടും ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടായി അയാളൊന്ന് പിടികൂടി നോക്കി. പിടികൂടിയാൽ എന്ത് ചെയ്യും? കുറച്ചാൾക്കാർ പറയും നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മളത് നിയമപരമായിട്ട് അത് നിയമപാലകരെ ഏൽപ്പിക്കാം. അപ്പൊ കുറച്ചാൾ വന്നിട്ട് എന്ത് പറയും? അവരൊന്നും ഏൽപ്പിച്ചാൽ രാവിലെ വിടും, അതുകൊണ്ട് പരമാവധി പെരുമാറി വിടലാ നല്ലത്. പറ്റുമോ? എങ്ങനെ പെരുമാറി? പിന്നെ ആൾ മൂത്രയിക്കാൻ പറ്റൂല, വിസർജിക്കാൻ പറ്റൂല. സംഗതി അയാൾ കള്ളം തന്നെ, ശരിയാണ്. പക്ഷെ അതിനുള്ളൊരു മാന്യത. അയാൾ ഒരു 2 ആഴ്ച കഴിഞ്ഞ് മരണപ്പെട്ടു. എന്തായിരിക്കും ഈ അടിച്ച ആളുകളുടെ ഒക്കെ ശിക്ഷ? ആലോചിച്ചു. വെറുതെ വിടും അല്ലാഹു തആല? സംഗതി കള്ളം തന്നെ. ഇങ്ങനെ എല്ലാരും വിളിച്ച് ചാമ്പലാക്കാൻ പറഞ്ഞു. അടി പഠിക്കാനുള്ള സാധന കള്ളം തന്നെ ആണോ? കെട്ടിട്ടാണ് അടിക്കുക. നല്ല സുഖല്ലേ ഒരാളിങ്ങനെ കെട്ടിട്ടാലും ഉന്നം നോക്കി അടിക്കാൻ പറ്റൂലത്. എന്നിട്ടാ വിളിച്ചു പറയാണ്, വേഗം അടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ വന്നോളൂ, ഇന്നേ കിട്ടുള്ളൂ, രാവിലെ കിട്ടൂല. ഇയാളെ അടിച്ച് ചാമ്പലാക്കി സഹോദരങ്ങളെ 50 ആളൊന്നായിട്ട് വന്ന് അടിച്ചു. അയാൾ രാവിലെ ആകുമ്പോഴേക്കും മരിച്ചു പോയാൽ 50 ആളിന് ഉത്തരവാദിയല്ലേ? ചെയ്യാൻ പറ്റുമോ അത്? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ ദിഫായി തങ്ങളെ കണ്ടപ്പോ ചെറുപ്പക്കാരനൊന്ന് പരുങ്ങി. മഹാനവറുകൾ പറഞ്ഞു, മോനെ നീ ഭക്ഷണം ആവശ്യമുണ്ടായിട്ട് വന്ന ആളാന്ന് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് ഈ ഗോതമ്പ് കൊണ്ടുപോകണ്ട. അത് കൊണ്ടുപോയാൽ പൊടിയാക്കാൻ കുറെ പണിയാണ്. ആദ്യം അതൊന്ന് നല്ലോണം ഒന്ന് നനക്കണം, പിന്നെ അതൊന്ന് ഉണക്കണം. ഉണങ്ങിക്കഴിഞ്ഞിട്ടൊന്ന് ചേരണം. ചേരാന്നാണ് മനസ്സിലാവില്ലേ? മനസ്സിലാവും. പെട്ടെന്ന് മനസ്സിലായ കാര്യം സുഖം. ചേരണം. ചേറിക്കഴിഞ്ഞ ശേഷം വീണ്ടും ഒന്ന് ഉണക്കണം. ഉണക്കിയതിന് ശേഷം ഒന്ന് ധരിക്കണം, പിന്നെ അത് പൊടിക്കണം. തൊലിക്കോതമ്പാണ്, ഏറെ പണിയാണ്. അതുകൊണ്ട് അകത്ത് നല്ല ഗോതമ്പുണ്ട്, നീ അകത്തേക്ക് വാന്ന് പറഞ്ഞു മഹാനവറുകൾ അകത്തേക്ക് പോയി. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ഈ ചാക്കും പിടിച്ചിങ്ങനെ ചിന്തിക്കുക, എന്താ പറഞ്ഞേ? അകത്തേക്ക് വരാനോ? എന്നോട് അകത്തേക്ക് വരാനോ? ഇങ്ങനെ ഒരു മറുപടി കേട്ടിട്ടുണ്ടാവും. കുറച്ചു നേരം ഇങ്ങനെ അത്ഭുതപ്പെട്ട് ചിന്തിച്ചു നിന്നപ്പോ മഹാനവറുകൾ വീണ്ടും വന്നു. ഈ ചാക്ക് നിന്റേതല്ലേ? എന്റേതാ. കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. നല്ല ഗോതമ്പ് അതിൽ വാരി നിറച്ച് കെട്ടി. മോന്റെ വീട് എവിടെ? ചെറുപ്പക്കാരൻ വീട് പറഞ്ഞു കൊടുത്തപ്പാ എനിക്ക് പരിചയമുണ്ട്, മോനതിൽ തോളിലേറ്റിക്കോ. ആ വീട്ടിലേക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. അങ്ങാടിയിലൂടെ പോയാൽ ഈ ചാക്ക് വേറെ ആരെങ്കിലും പരടിയും തട്ടിക്കൊണ്ടുപോകും. കാരണം ഇതുപോലത്തെ ആൾക്കാർ വേറെ ഉണ്ടാവും. അതുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് തന്നെ എത്തട്ടെ. അതുകൊണ്ട് ഞാൻ നല്ലൊരു വഴി കാണിച്ചു തരാം, നമുക്ക് പോകാം. ആ ചെറുപ്പക്കാരന്റെ കൂടെ ഇമാം അവറുകൾ പോകുന്നു. അഹ്മദുൽ കബീർ ദിഫായി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് ഏകദേശം എത്തി എന്നുള്ള അവസ്ഥയിലായപ്പോ ഏതാ വീടാ കാണുന്ന? വീടാണ്. മോനെ ഇനി സ്വന്തം നീ പോകുമല്ലോ, ഞാൻ പോകാം. ഒരൊറ്റ കാര്യം നിന്നോട് പറയാനുണ്ട്. ഞാൻ ആദ്യം വന്ന് വാതിൽ തുറന്ന നേരത്ത് എന്നെ ആദ്യമായി നീ കണ്ടപ്പോൾ നിന്റെ മനസ്സിൽ വല്ല വെപ്രാളവും പേടിയും വന്നെങ്കിൽ എന്നോട് മാപ്പാക്കണേ. നിന്നെ ഭയപ്പെടുത്താൻ വേണ്ടി നോക്കിയതല്ല, സാധാരണ ആൾപ്പാർപ്പില്ലാത്ത റൂമിൽ ആരാണെന്നറിയാൻ വേണ്ടി നോക്കിയതാണ്. മോനെ വല്ല പേടിയും തോന്നിയെങ്കിൽ എന്നോട് പൊറുക്കണം മോനെ. സുബ്ഹാനല്ലാഹ്. ഈ ഗോതമ്പ് ചാക്ക് കൊണ്ടുപോയി വെച്ച് സുബഹി വരെ
ഉറങ്ങാതെ ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നു, ഈയൊരു മഹാനുഭാവനാരാണ്? ഇന്നലെ ഞാൻ അടിയിൽ നിന്ന് തൽക്കാലം ഓടി രക്ഷപ്പെട്ടു, അതിന്റെ മുമ്പത്തെ ദിവസം കുറച്ച് അടി കിട്ടിയിട്ട് രക്ഷപ്പെട്ടു, അതിന്റെ മുമ്പുള്ള ദിവസം ആളുകൾ പിന്നാലെ ഓടിക്കൂടിയപ്പോ ഞാൻ എങ്ങനെയൊക്കെയോ തടി സലാമത്താക്കി. ഇന്നോ ഒരു നോട്ടം വന്നതിന്റെ പേരിൽ എന്നോട് മാപ്പ് ചോദിച്ച മഹാൻ, എന്റെ വീട് വരെ ഗോതമ്പിന്റെ ചാക്കിന് കാവലായിക്കൊണ്ട് കൂടെ വന്ന മഹാൻ, നേരം വെളുക്കും വരെ മനസ്സിൽ മാറി മറിയുന്നത് രാവിലെ എനിക്ക് ആ മഹാനെ ഒന്ന് കാണണം, ഒന്നുകൂടി കൈപിടിക്കണം, അവരെ സദസ്സിലൊന്ന് പോയിരിക്കണം, ഉപദേശങ്ങളൊന്ന് കേൾക്കണം. ഇത് നീയും ആരുമായിട്ടും എന്തെങ്കിലും എതിർപ്പുണ്ടോ, എന്തെങ്കിലും വക്രതയുണ്ടോ, എന്തെങ്കിലും ശത്രുതയുണ്ടോ? നല്ല പ്രതികരണം വെച്ച് ജീവിച്ചു നോക്ക്. അവൻ നിന്റെ ആത്മമിത്രത്തെ പോലെയാകും, നിന്റെ ക്ലോസ് ഫ്രണ്ടായി മാറും. പിന്നെ അവന് നിന്നോട് പകയില്ല, വിദ്വേഷമില്ല, നിന്നോൻ കാണുമ്പോ വെറുപ്പില്ല, വൈരാഗ്യമില്ല, നിന്നെ കൊല്ലണമെന്ന മനോഭാവമില്ല, നിന്നെ അടിക്കണമെന്ന തീരുമാനമില്ല, നീ നാട്ടിൽ വെച്ച് നശിക്കണമെന്ന മോഹമില്ല. അവൻ നിന്റെ ആത്മസുഹൃത്തായി മാറും. ഖുർആനിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ശൈലിയാണ് അമ്പിയാക്കളും മൗലിയാക്കളും വെച്ച് പുലർത്തിയത്. സുബ്ഹാനല്ലാഹ്. മനസ്സിന് അതിന് പാകപ്പെടുത്തണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. മനസ്സ് അതിനു വേണ്ടി നന്നാക്കി കൊടുക്കണം സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ മാർഗത്തിൽ മനസ്സിനെ പാകപ്പെടുത്തേണ്ടേ. നല്ല സ്വഭാവത്തോടെ നീ ജനങ്ങളോട് പെരുമാറണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നല്ല സ്വഭാവത്തിന്റെ ഒരു ചെറിയ നാമ്പാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നേരം വെളുത്തിട്ട ചെറുപ്പക്കാരൻ ഉമ്മു അബീദ ഗ്രാമത്തിലേക്ക് ചെന്നിട്ട് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ ദിഫായി തങ്ങളെ തലപ്പാവും താടിയും ഉപഭാവങ്ങളൊക്കെ പറഞ്ഞു ജനങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ തലക്കെട്ട് കെട്ടിയ ഇങ്ങനെ താടിയുള്ള ഒരാളുണ്ടല്ലോ. ആളുകൾ പറഞ്ഞു, അഹ്മദുൽ കബീർ ദിഫായി തങ്ങളെയാണല്ലോ പറയുന്നത്. മോനെ, അവിടെ ഒരു ദർസുണ്ട്, ആ ദർസിലുണ്ടാകും മഹാൻ, അവിടെ പോയാൽ നിനക്ക് കാണാൻ കഴിയും. ഈ ചെറുപ്പക്കാരൻ ചിന്തിക്കുന്നു, പടച്ചോനെ, ഞാൻ ഇന്നവിടേക്ക് കയറി ചെല്ലുമ്പോ ഇന്നലെ രാത്രി മഹാനവർകളെ മുന്നിൽ ഞാനൊരു കള്ളനല്ലേ, ഒരു തസ്കരനല്ലേ? എന്നോട് ആ രൂപത്തിൽ മഹാനവർകൾ സംസാരിക്കുമോ? മനസ്സ് വീണ്ടും മന്ത്രിക്കുന്നു, ഇല്ല. കാരണം ഒരിക്കലും ഇന്നലെ എന്നെ ആക്ഷേപിച്ചിട്ടില്ല, എന്നെ അടിച്ചിട്ടില്ല, ഒരു കറുത്ത കണ്ണുകൊണ്ട് നോക്കിയിട്ടില്ല, എന്നോടൊന്നും എതിർത്ത് പറഞ്ഞിട്ടില്ല. നേർക്ക് നേരെ പോയി ഞാൻ ആ സദസ്സിൽ ആ ചെറുപ്പക്കാരൻ വിവരിക്കുന്നത്, ഞാൻ അവിടെ എത്തി സലാം പറഞ്ഞപ്പോൾ ഇന്നലെ കണ്ട മുഖമല്ല ഞാൻ ഇന്ന് കാണുന്നത്. ഒരു പുതിയ ശിഷ്യൻ ദർസിലേക്ക് വരുമ്പോ ഉസ്താദ് ശിഷ്യനെ സ്വീകരിക്കുന്നത് എത്ര സന്തോഷത്തോടെയാണോ, അതുപോലെ കൈതന്നിട്ട് എന്നെ സ്വീകരിച്ചിരുത്തി. പിന്നെ ഞാൻ ജീവിതകാലം മുഴുക്കയും അവിടുത്തെ ശിഷ്യനായി മാറി. എന്റെ ജീവിതം ഞാൻ നന്നാക്കി പോയി. ഇതൊരു മോഡലാണ്. വാല് പറഞ്ഞിട്ട് നന്നാക്കിയതുകൊണ്ട് മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കള്ളം കയറി, ഒരുപാട് തപ്പി നോക്കി, ഒന്നും കൊണ്ടുപോകാൻ കിട്ടിയില്ല. രാത്രി പെരുന്തപ്പര് തപ്പി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു നിസ്കരിക്കുന്നത് കണ്ടു. നിസ്കരിക്കുന്നത് ഇദ്ദേഹം അങ്ങനെ നോക്കി നിന്നു. നിസ്കാരം കഴിഞ്ഞപ്പോ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, മോനെ, തപ്പിയിട്ട് കൊണ്ടുപോകാനൊന്നും കിട്ടിയില്ലേന്ന് ചോദിച്ചു. ദുന്യാവിന്റെ എന്തെങ്കിലും ചെറുക്കുദ്ദേശല്ലേ നീ വന്നത്? ഒന്നും കിട്ടിയില്ല എന്റെ വീട്ടിൽ കയറിയിട്ട്? ഇല്ല ഉസ്താദെ, ഒന്നും കിട്ടിയില്ല. ഞാനും ചിന്തിച്ചത് എന്തൊരു വീടാണ്, എന്തെങ്കിലുമൊക്കെ വിലപിടിപ്പുള്ള കിട്ടണ്ടേ. ഇവിടെ ഒന്നും കിട്ടിയില്ല. ഞാൻ അവിടെ തപ്പി നോക്കി, ഇവിടെ തപ്പി നോക്കി, മറ്റോട് തപ്പി നോക്കി. ചോദിക്കാൻ തോന്നുന്നു നമുക്ക്, നമ്മളെന്താ തെരയ അവരെ കാണുമ്പോ എന്തായിരിക്കും നമ്മൾ മനസ്സിൽ വരിക? നല്ല പ്രതികരണത്തിന് നല്ല മനസ്ഥിതി വേണം, നല്ല സബർ വേണം. ക്ഷമാശീലർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. വലിയ
വലിയ ഭാഗ്യവാന്മാർക്ക് മാത്രമേ ഇതിന് സാധിക്കുള്ളൂ. എല്ലാവർക്കും സാധിക്കൂല എന്ന് അല്ലാഹു തആല പറയുന്നുണ്ട്. ആ ഭാഗ്യവാന്മാരായ സ്വഭാവക്കാരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ജനങ്ങളെ സമുദ്രിക്കാൻ കഴിയും, പെട്ടെന്ന് നന്നാക്കാൻ കഴിയും. ഒരാഴ്ചത്തെ വാളൊന്നും വേണ്ട. മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഏതായാലും ദുന്യാവിന്റെ ഒരു ചരക്കും കിട്ടിയില്ലല്ലോ, എന്നാ ഇനി ആഖിറത്തിന്റെ ചരക്ക് തരാന്നോ. അവനവിടെ ഇരിക്കുന്നു. ദുന്യാവിന്റെ ചരക്ക് തപ്പി നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. ആഖിറത്തിന്റെ ചരക്ക് വല്ലതും തരാം. അവിടെ ഇരിക്കുന്നു. അവിടെ ഇരുന്നു. ആ ചെറുപ്പക്കാരൻ നല്ല വാള് പറഞ്ഞു കൊടുത്തു. വാള് ഇങ്ങനെ കേട്ടിട്ട് ആ ചെറുപ്പക്കാരൻ കരഞ്ഞിട്ട് നന്നായപ്പോ ഇനി മേലാൽ ഇങ്ങനത്തെ സ്വഭാവം ഒന്നും ഉണ്ടാകൂല എന്ന് പറഞ്ഞപ്പോ നമ്മൾ നിസ്കരിക്കാൻ പോവില്ലേന്ന് വെച്ചു. പള്ളിയിലേക്ക് നിസ്കരിക്കാൻ ജമാഅത്തിന് പോവില്ലേന്ന് വെച്ചു. ജമാഅത്തിന് വരുമ്പോ മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ജമാഅത്തിന് വരുന്നത് കണ്ട് ജനങ്ങൾ ഇങ്ങനെ നോക്കി, പടച്ചോനെ ആരെ കൂടെയാ വരുന്നത്? അക്ബറു ആലിമിൻ മാ അക്ബറി ലിസ്സാ, വലിയ കള്ളന്റെ കൂടെ വലിയൊരു ആലിമ്. എന്താ പരിപാടി? ആളുകൾ നോക്കാണ്. അല്ല, മാലിക് ബിൻ ദിനാർ റളിയല്ലാഹുവിന്റെ കൂടെ ആരാ വരുന്നത്? ആളുകൾ ചോദിക്കാണ്, ആരാ കൂടെ വരുന്നത്? നിങ്ങൾ കണ്ടോ ആരാ കൂടെ വരുന്നത്? മാലിക് ബിൻ ദിനാർ റളിയല്ലാഹു അൻഹു അതിശയിച്ച് നിൽക്കുന്ന ജനങ്ങളോട് പറഞ്ഞു, ജാഅനാ ലിയസ്തിരിഖനാ, നമ്മളെ മോഷ്ടിക്കാനാണ് അദ്ദേഹം വന്നത്. പക്ഷേ ഫസരിഖ്നാ ഖൽബഹു, അയാളെ ഖൽബ് നമ്മളങ്ങ് കവർന്നെടുത്തു. നല്ല വാള് പറഞ്ഞു കൊടുത്തുകൊണ്ട് അയാളെ ഖൽബ് നന്നാക്കി പോയി. ഇപ്പൊ നിങ്ങളാ വിചാരിക്കുന്ന ആളല്ല ഇത്, നേരത്തെ നിങ്ങൾ കണ്ട ആളല്ല ഇത്. ആള് മാറിയിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ നിന്ന് മോഷണം നടത്താൻ വേണ്ടി വന്നപ്പോ നമ്മളയാളെ മനസ്സങ്ങ് മോഷ്ടിച്ചെടുത്ത് കവർന്നെടുത്ത് ആ ദുഷിച്ച മനസ്സ് മാറ്റിയിട്ട് നല്ല മനസ്സ് നൽകി. ഇതും ഒരു പ്രതികരണത്തിന്റെ ശൈലിയാണ്. നന്മ ചെയ്യുന്ന ആളുകളോട് മാത്രമല്ല, തിന്മ ചെയ്യുന്നവരോട് നല്ല രൂപത്തിൽ പ്രതികരിക്കണം. അങ്ങനെ വർഷങ്ങളോളം കാത്തിരുന്നിട്ട് നന്നാക്കിയവരുണ്ട്, മാസങ്ങളോളം ക്ഷമിച്ചിരുന്നിട്ട് നന്നാക്കിയവരുണ്ട്. സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, ഒറ്റടിക്ക് തീരുമാനമെടുക്കരുത്. നിങ്ങളെ കൂടപ്പിറപ്പായിട്ടൊരു പുതിയ പെണ്ണ് വീട്ടിലേക്ക് വരുമ്പോ സ്വാഭാവികമായും ആ പെണ്ണിന് അപരിചിതത്വം പല രൂപത്തിലും വരാം. നല്ല മാർഗങ്ങളാണ് ശീലമാക്കി കൊടുക്കേണ്ടത്, നല്ല രൂപഭാവങ്ങളാണ് കൊടുക്കേണ്ടത്. ആ പെണ്ണിന്റെ മനസ്സാണ് നിങ്ങൾ കവർന്നെടുക്കേണ്ടത്. പലരുടെയും മനസ്സ് കവരാൻ നിങ്ങൾക്ക് കഴിയില്ലേ? നിങ്ങളെ സ്വന്തം സഹധർമ്മിണിയുടെ മനസ്സ് ശരിയായ മഹബത്ത് കൊണ്ട്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള മഹബത്ത് കൊണ്ട് കവർന്നെടുക്കണം കേട്ടോ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ 10 റക്അത്ത് തങ്ങൾ ദീർഘിച്ച നേരം നിസ്കരിക്കുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞല്ലോ, ഞാൻ ചെറുപ്പക്കാരിയായിട്ടല്ലേ തങ്ങളുടെ അടുത്തേക്ക് ഞാൻ ചെന്നത്. 9 വയസ്സാകുമ്പോഴാണല്ലോ തങ്ങൾ ഞാനുമായി വിവാഹ ജീവിതം ആരംഭിച്ചത്. 7ാമത്തെ വയസ്സിൽ തങ്ങൾ എന്നെ ഇണയായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും വിവാഹ ജീവിതത്തിന്റെ തുടക്കമിടുന്നത് 9ാമത്തെ വയസ്സിലാണ്. തങ്ങൾ നിസ്കരിക്കുമ്പോ അതിന്റെ മുന്നില് ഞാനിങ്ങനെ വിലങ്ങതടിയായ രൂപത്തിൽ ഇങ്ങനെ കിടക്കും. ഞാൻ എത്ര കടന്നാലും തങ്ങളൊന്നും പറയൂല, എന്നെ ശപിക്കൂല, എന്നെ ആക്ഷേപിക്കൂല. തങ്ങൾ ഓതുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്, നിസ്കരിക്കുന്നത് കാണുന്നുണ്ട്. 10 റക്അത്ത് കഴിഞ്ഞാൽ എന്റെ വസ്ത്രമുള്ള ഭാഗം നോക്കിയിട്ട് തങ്ങൾ വിരലുകൊണ്ട് 2-3 രൂപത്തില് തങ്ങളൊന്ന് സ്പർശിച്ചിട്ട് ഇങ്ങനെ പതുക്കെ സ്പർശിക്കുമ്പോ ഞാനൊന്ന് കണ്ണു തുറന്നു നോക്കും. എന്നോട് പറയും, എഴുന്നേറ്റ് നിസ്കരിക്കൂ. 10 റക്അത്ത് നിസ്കരിക്കുമ്പോഴും ഞാൻ അങ്ങനെ കടന്നിട്ട് എന്നെ ഒന്നും പറയാതെ, ഒന്ന് മാറ്റിക്കടത്താതെ, ഒന്ന് അങ്ങോട്ട് നീങ്ങി കിടക്കണമെന്ന് പറയാതെ ഉള്ള സൗകര്യത്തിൽ നിസ്കരിക്കുന്ന മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1 റക്അത്ത് വിത്ർ ബാക്കിയുള്ള നേരം, അതിന്റെ നേരം ദുആഇനും ദിക്റിനും നേരമുണ്ട്. ഏകദേശം 1.5 മണിക്കൂർ നേരമുണ്ടാകും സുബ്ഹിന്റെ മുമ്പ്. അപ്പോൾ എന്നെ തങ്ങളൊന്ന് സ്പർശിച്ച് എന്റെ മറയുടെ മേലെ, എന്റെ വസ്ത്രത്തിന്റെ മേലെ കൈകൊണ്ടൊന്ന് അമർത്തി നിൽക്കുമ്പോ ഞാൻ എഴുന്നേറ്റ്
എഴുന്നേറ്റ് പോകുന്നു, ഞാനും അപ്പുറത്ത് നിസ്കരിക്കുന്നു. ചിലപ്പോൾ തങ്ങളെ മുന്നിൽ തന്നെ ഞാൻ എഴുന്നേൽക്കാറുണ്ട്. തങ്ങൾ വിത്റിന് എഴുന്നേൽക്കുന്ന തുടക്കത്തിൽ തന്നെ ഞാനും എഴുന്നേൽക്കാറുണ്ട്. ഒരു ദിവസം 10 റക്അത്ത് വിത്ർ നിസ്കരിച്ച് 1 റക്അത്ത് പൂർത്തിയാക്കാതെ തങ്ങളങ്ങ് ചെരിഞ്ഞു കിടന്നപ്പോ ഞാൻ ചെന്നിട്ട് പതുക്കെ ചോദിച്ചു, തനാമു ഖബ്ല അൻ തുഹ്തിറ, ഒറ്റ റക്അത്തും കൂടി നിസ്കരിക്കാനില്ല നബിയെ, അതിനു മുമ്പ് ഉറങ്ങുകയാണോ? എന്തൊരു സ്നേഹത്തോടെയുള്ള ചോദ്യമാണ്. എന്റെ ഉറക്ക് നീ നോക്കണ്ട എന്നല്ല തങ്ങൾ പറയുന്നത്. ആയിഷ ബീവിന്റെ ആ ചോദ്യം തങ്ങൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. തങ്ങൾ പറഞ്ഞു, ആയിഷൂ ഇന്ന ഐനയ്യ തനാമാനി വലാ യനാമു ഖൽബി, എന്റെ വുദൂ മുറിയുമെന്ന് കരുതി പോകണ്ട, എന്റെ കണ്ണേ ഉറങ്ങുന്നുള്ളൂ, എന്റെ ഖൽബ് ഉറങ്ങുന്നില്ല. ആ ഒരു മറുപടിക്ക് ശേഷം തങ്ങൾ എഴുന്നേറ്റ് 1 റക്അത്ത് വിത്ർ നിസ്കരിക്കുന്നു. പെരുമാറ്റം എപ്പോഴും നല്ല രൂപത്തിലാക്കണം. ഉമ്മമാരോട് പെരുമാറുമ്പോഴും അങ്ങനെ തന്നെയാണ്, കുടുംബക്കാരോട് പെരുമാറുമ്പോഴും അങ്ങനെ തന്നെയാണ്, അയൽവാസികളോട് പെരുമാറുമ്പോഴും അങ്ങനെ തന്നെയാണ്, തൊഴിലാളികളോട് പെരുമാറുമ്പോഴും അങ്ങനെ തന്നെയാണ്. നല്ല ഉടമസ്ഥന്റെ കീഴിൽ തൊഴിലാളികൾ ജീവിതത്തിന്റെ അവസാനം വരെ നിൽക്കും. പക്ഷേ നല്ല ഉടമസ്ഥന്മാര് ടോർച്ചടിച്ചു നോക്കിയാൽ അത്ര കുറവാണ്. അയാളെ തോട്ടത്തിലോ പൊന്ന് തന്നാലും ഞാൻ പണിക്കില്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? തൊഴിലെടുക്കാത്തോണ്ടാ? അല്ല, തൊഴിലെടുക്കുന്ന തൊഴിലാളി ഭക്ഷണം കഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നേരെ ഇരുന്നാലേ, നീ 10 മിനിറ്റ് നേരെ പിന്നെ ഇരുന്നോ, വൈകുന്നേരം ആവുമ്പോ നിനക്ക് 800 തരണ്ടേ, 900 തരണ്ടേ, 1 മിനിറ്റ് നേരെ ഇരിക്കാൻ പാടില്ല. അപ്പൊ തൊഴിലാളി തിരിച്ചു പറഞ്ഞു, മുതലാളി ഒരൊറ്റ മിനിറ്റ് നേരം ഇരിക്കാതെ ഒരു 5 മണിക്കൂർ തുടരെ നിങ്ങൾ എടുത്താൽ എനിക്ക് തരുന്ന 800-ലേക്ക് ഒരു 800 കൂടി ചേർത്ത് ഞാൻ തരാം. കയ്യോ? തിരിച്ചിങ്ങോട്ട് പറഞ്ഞു മുതലാളിയോട്, എനിക്ക് തരുന്ന 800-ന്റെ കൂടെ 800 ചേർത്ത് 1600 തരാം. ഞാനൊരു മനുഷ്യനല്ലേ, ഒരു 10 മിനിറ്റ് ഒക്കെ എനിക്കും വിശ്രമം വേണ്ടേ? അങ്ങനെ ആകുമ്പോ പിന്നെ ആരും തൊഴിലിന് വരൂല. മറ്റൊടുത്തേക്ക ഞാനില്ല. അതേ സമയത്ത് നല്ല പെരുമാറ്റമുള്ള മുതലാളിമാരാണെങ്കിൽ തൊഴിലാളികൾ അവിടുന്ന് വിട്ടുപോകൂല. അവര് തൊഴിൽ ആഗ്രഹിക്കും, ഒരു തൊഴിൽ അവിടെ കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിക്കും. അങ്ങനെ വരും. തൊഴിലെടുക്കുന്ന ആളുകൾക്ക് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അവർക്കുള്ള കൂലി പൂർത്തിയാക്കി കൊടുക്കണം. പലരും വീടെടുത്തിട്ടുണ്ട്, കണക്ക് പൂർത്തിയാകണം കേട്ടോ, എന്നാലേ നമ്മളെ താമസത്തിന് സുഖം ഉണ്ടാവുള്ളൂ. ബദർ ബൈത്ത് കൊണ്ടൊന്നും അത് പൂർത്തിയാവൂല, തഹ്ലീൽ കൊണ്ടൊന്നും അത് പൂർത്തിയാകൂല. കൊടുക്കാനുള്ളത് കണക്കായി കൊടുക്കണം. ഇത് വയറിങ് നടത്തിയ ആൾക്ക് ഒരു 10,000 ഷോർട്ട്, പടവേന് 25,000, പ്ലംബിങ്ങിന് 5,000, പിന്നെ ആർക്കാ ഞങ്ങൾക്ക് പരിചയമുള്ള പറഞ്ഞതാ, പിന്നെ ആർക്കാ, പിന്നെ അടി ഇട്ട ആൾക്ക് ഓനക്ക് 20,000. 4 വട്ടമൊക്കെ ചോദിച്ചു, വരാണ്ടേ മകൻ അടുത്ത ആഴ്ച കൊറിയർ ആയിട്ട് വരും, ചെറിയൊരു ഡള്ളാണ്, ഡിമ്മാണ്, മറ്റേതാന്ന് പറഞ്ഞു. 4-5 വട്ടം ചോദിച്ചാ പിന്നെ ചോദിക്കോ? അതുകൊണ്ട് പൊരുത്തപ്പെട്ടു എന്നല്ല, അത് ഒഴിവാക്കിയിട്ടില്ല, നമ്മളെ ബാധ്യത വീടിയിട്ടില്ല. അങ്ങനെ നടക്കാം നമ്മൾ. അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ പൊറുക്കണേ, ഞാൻ കൊടുക്കാത്തതും പൊറുക്കണം, കൊടുക്കാനുള്ളതും പൊറുക്കണം, ഒക്കെ പുറത്തു വരുമ്പോ കണക്കനുസരിച്ച് കൊടുക്കണം. വിയർപ്പ് പറ്റുന്നതിന്റെ മുമ്പ് തൊഴിലാളിക്ക് കൂലി നൽകണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തൊഴിലാളിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ സ്നേഹമസന്നമായ പെരുമാറ്റമാണ്. അതിൽ കുറവുണ്ടാക്കരുത്. നാട്ടിലൊക്കെ നോക്ക് നിങ്ങൾ, ഒരു ലോഡ് വിറകിറക്കാൻ നമ്മൾ, ഞാൻ ഉദാഹരണം പറയാം, അനുഭവത്തിൽ നിന്ന് തന്നെ ഉദാഹരണം പറയാം. ഒരു ലോഡ് NP ലോറി, വലിയ ലോഡ്, ഒരു ലോഡ് മുട്ടി വിറകിറക്കി. അപ്പൊ അത് മെഷീന് പൊളിക്കുന്ന ആളുണ്ട്, അത് മഴ കൊണ്ട് പൊളിക്കുന്ന ആളുണ്ട് അല്ലേ? നമ്മളെ അടുത്ത് പരിസരത്ത് ഒരു വലിയ ലോഡ് വിറക് അവിടെ ഇറങ്ങി, മുട്ടി വിറകാണ്. ഒത്തിയെടുക്കാൻ തന്നെ വലിയ പറണ്ട്, കാണുന്ന ആൾക്കാരനെ മാറിപ്പോവും, അത്രയും വലിയ മുട്ടിയാ കൊണ്ടുവന്ന് ഇറക്കിയത്. ഒരു നല്ല മല്ലുള്ള ഒരാൾ വന്നിട്ട്, അയാൾക്കത് കൊത്തുന്ന പണിയാണ്. അയാൾ ചോദിച്ചു ഇദ്ദേഹത്തോട്, ഈ വിറകൊന്ന് കൊത്തി തരട്ടെ, കൂലി തരൂ. അപ്പൊ മറ്റേയാൾ ചോദിച്ചു, എത്ര വേണം? ഒരു ലോഡ് വിറകാണ്. ഇയാള് പറഞ്ഞു, കൊത്തുന്ന ആള് പറഞ്ഞു, തൊഴിലാളി പറഞ്ഞു, ഒരു 3000 റുപ്യ. ചെറിയ കാശാണ് 3000 റുപ്യ, മെഷീനേക്കാളും കൂടുതലാണ്. 3000 റുപ്യ. 3000 മതിയോ? നീ കൊത്തിക്കോന്നു. അദ്ദേഹം ഈ വലിയൊരു ലോഡ് 2-2.5 മണിക്കൂർ കൊണ്ട് കൊത്തി. കാരണം അദ്ദേഹത്തിന്റെ ആ മഴു വിറകങ്ങോട്ട് കണ്ട 2 പൊളിയാവും. നമ്മളെ ഈ ഊച്ചാളി മഴു അല്ലത്. അത് പിടിക്കണമെങ്കിൽ തന്നെ ആദ്യം നല്ല രൂപത്തിൽ ഭക്ഷണം കഴിക്കണം, ആഫിയത്ത് തന്നെ വേറെ വേണം.
അതിങ്ങനെ ആ മുട്ടിയിലേക്ക് വെക്കുമ്പോഴേക്കന്നെ അത് പൊളിയും. പിന്നെ പീസായി പെട്ടെന്ന് അദ്ദേഹം ഇങ്ങനെ അടുപ്പിലേക്ക് പാകത്തിൽ ഇങ്ങനെ മുറിച്ചു. 8:30 തുടങ്ങിയ ഈ പണി 10-12 മണിയായപ്പോ തീർന്നപ്പോ മറ്റാളിങ്ങനെ നോക്കിയാ ഇത്രയും തോന വർഗ്ഗ കൊത്താൻ വൈകുന്നേരം വരെ നീ ഉണ്ടാവും എന്നാ ഞാൻ കരുതിയത്. 3000 1500 മതി. എത്ര മതി? ഒരൊറ്റ രൂപ കുറക്കാൻ പാടില്ല, 1 രൂപ കുറക്കാൻ പാടില്ല, 1 ഉറുപ്യ കുറക്കാൻ പാടില്ല. അങ്ങനെ ഒരു വർത്തമാനം നടന്നുകൊണ്ടിരിക്കുന്നതിലേക്ക് ഞാൻ അങ്ങോട്ട് ചെന്ന്. അതുകൊണ്ട് അയാൾക്ക് പൈസ തോന്നെ കറക്റ്റായി കിട്ടി. മറ്റാളിനോട് ഉസ്താദ് നിങ്ങൾ വരി, ഇതൊന്ന് പരിഹരിക്കും, നിങ്ങൾ നമ്മളെ അടുത്ത ആളല്ല. അടുത്ത ആൾ എന്താ വിഷയം എന്ന് വെച്ചു. ഈ മുട്ടിലോടൊന്നായിട്ട് ഇയാൾ കൊത്തി. എപ്പോഴാ കൊത്താൻ തുടങ്ങി? 8 മണിക്ക് തുടങ്ങി, 11 മണിയാകുമ്പോ തീർന്നു. അതിന് നിങ്ങൾ എത്ര പറഞ്ഞു? ഞാൻ 3000 പറഞ്ഞു. ഞാൻ വിചാരിച്ചു ഉച്ചച്ചോറിനുണ്ടാകും, ഇതിനിങ്ങനെ കാത്തിരിക്കാം. മറ്റാള് വൈകുന്നേരം ഉണ്ടാവുന്നൊക്കെ കരുതി. 1500 കൊടുക്കല്ലേ? ഞാൻ പറഞ്ഞു 3000 തീർത്തും കൊടുക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതിനപ്പ ഞങ്ങളെ വിളിച്ചത്, ഞാൻ മൂപ്പർക്ക് സപ്പോർട്ട് ചെയ്യാനാ മൂപ്പർ എന്നെ വിളിച്ചത്. 3000 തീർത്തും കൊടുക്കണം, 1 രൂപ കുറക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞ പണി ചെയ്തിട്ടുണ്ടോ? ചെയ്തു. എത്ര സമയം നിങ്ങൾ നോക്കണ്ട, ആ പണി എടുത്തോ, പറഞ്ഞ ഊല്യം കൊടുക്കണം, 1 റുപ്യ കുറക്കാൻ പാടില്ല. നമ്മളൊരു മോട്ടറേറ്റ് ചെന്നു, നമുക്ക് നന്നാക്കാരെങ്കിലും നന്നായിക്കൂടെ? അതിന്റെ വിദ്യ പഠിച്ചാൽ അയാൾ പഠിക്കാത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കേടൊക്കെ ഇങ്ങനെ ടോർച്ചടിച്ച് ഇങ്ങനെ പരിശോധിക്കുന്ന ഒരാള്, അയാള് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ നെക്കിയിട്ട് ഇതിന്റെ കേട് അയാൾ പെട്ടെന്ന് കണ്ടെത്തി. ഇത് പരിഹരിക്കാൻ എത്ര വരുന്നു? അത് കേട് പരിഹരിച്ചു തരാൻ ചുരുങ്ങിയ 2500 വരും. അത് 1-2 പണി അതിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ എപ്പോഴാ വരണ്ടേ? നിങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞ് വന്നോളുന്നു. അപ്പൊ അദ്ദേഹം 2-3 മണിക്കൂർ കഴിഞ്ഞ് വന്നപ്പോഴേക്ക് മോട്ടറൊക്കെ നന്നാക്കി ശരിയാക്കി രൂപത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ 2500 വേണോ 500 മതിയോ? ആ ചോദ്യത്തിന് അർത്ഥമല്ല. ആ പറഞ്ഞ 2500 എണ്ണി അങ്ങ് കൊടുക്കണം. അതാണ് അതിന്റെ നിലപാട്. 1 ഇഞ്ച് കുറക്കാൻ പാടില്ല. എത്ര ആള് കൊടുക്കാണ്ടെന്നറിയാ കണക്കിന്. എന്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഗൾഫിലേക്ക് പോകുക, നല്ല വയർമാനാണ് അദ്ദേഹം, നല്ല മനുഷ്യനാണ്, മുത്തഖിയായ മനുഷ്യനാണ്. ഏത് പണിയാണെങ്കിലും വാങ്ങുകൾ കേട്ട പണി നിർത്തും. പരിസരത്ത് പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളിയിൽ പോയി ജമാഅത്തിന് നിസ്കരിക്കും. അത് അതേ പറയും, നിസ്കരിച്ചു വരും, എന്നിട്ട് പണി തുടരും. നല്ല മനുഷ്യനാണ്, ചെറുപ്പക്കാരനാണ്. അല്ലാഹു ബർക്കത്തേറ്റി കൊടുക്കട്ടെ. നിസ്കാരം ഒറ്റൊന്നും കെട്ടയില്ല, സുന്നത്ത് നിസ്കാരം പോലെ. അദ്ദേഹം ഗൾഫിലേക്ക് പോകാന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, സുഹൃത്തെ എന്റെ വീട്ടിലൊക്കെ പണിയെടുത്തിട്ട് നീ എന്തിനാ ഗൾഫിൽ പോകുന്നത്? ഇവിടെ തന്നെ ഓരോ ദിവസം 1500-2000 പണി ഉണ്ടല്ലോ, നല്ല വേറെങ്ങനെയാണ് പണിയൊക്കെ അറിയും. അപ്പൊ അദ്ദേഹം, അല്ല ഞാൻ ഒന്ന് പോയി വരട്ടെ. എന്തിനാ നിങ്ങൾ പോകേണ്ട ആവശ്യം? ഇവിടെ തന്നെ പണിയുണ്ടല്ലോ, പണിക്കൂല എല്ലാവരും നിങ്ങൾക്ക് തരില്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എല്ലാവരും തരികയാണെങ്കിൽ പോകണ്ടില്ലേന്നു. അപ്പൊ എനിക്ക് തോന്നി, അല്ല ഞാൻ അത് ചരിത്രം പഠിക്കാനൊന്നും പോയില്ല. അപ്പൊ എനിക്ക് തോന്നി പല കള്ളന്മാരും കൊടുക്കാത്തുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ അങ്ങനെ നടക്കുക, സുബ്ഹാനല്ലാഹ് മുസാഫിനെ നടക്കണ്ടായിട്ട് അള്ളാഹ് പൊരുത്തപ്പെടൂല. കറക്റ്റ് കൊടുക്കണം. ഒന്ന് മെമ്മറിയിൽ ചിന്തിച്ചു നോക്കി. പെരക്കൂടൽ കഴിഞ്ഞിട്ട് 2 കൊല്ലം 3 കൊല്ലം 10 കൊല്ലം ആർക്കേ കൊടുക്കാണ്ട്? വേഗം ചിന്തിച്ച് നാളെ തന്നെ കൊടുത്തോളൂ, ഇന്ന് രാത്രി തന്നെ. ഒരിക്കലെപ്പോഴാന്ന് അറിയില്ല. ആരാത് വീട്ടുക? ഇതൊന്നും ആ ജനാസംസ്കാരം കൊണ്ട് വീടൂല. അങ്ങനെ കരുതിയിരിക്ക. തെഹ്ലീലുകൊണ്ടും ആണ്ടുകൊണ്ടും 40 കൊണ്ടൊന്നും അത് വീടൂല. അത് എണ്ണി കൊടുക്കണം. അല്ലെങ്കിൽ അവിടെ പിടിക്കും, പരലോകത്ത് പിടിക്കും. അമലങ്ങ് ഓരിച്ചു കൊടുക്കേണ്ടി വരും. എന്തെങ്കിലും ഉണ്ടെങ്കിലുള്ള അമൽ ഓരിച്ചു കൊടുക്കേണ്ടി വരും. അതിന് വകുപ്പാക്കരുത്, കൊടുക്കണം, കറക്റ്റായി കൊടുക്കണം. ഖുർആനിൽ അല്ലാഹു തആല നന്മ ചെയ്യണമെന്ന് പറഞ്ഞ 11ാമത്തെ മെമ്പറാണ് വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ തൊഴിലാളികൾ. ഞാൻ ഓരോരുത്തരെ എണ്ണി പറയുന്നില്ല, സമയം പരിമിതമാണ്. 11 വിഭാഗത്തെ എണ്ണീറ്റ് അല്ലാഹു ഇവരോടൊക്കെ നല്ല സ്വഭാവത്തിൽ പെരുമാറണം, നന്മ ചെയ്ത് ജീവിക്കണമെന്ന് പറഞ്ഞപ്പോ അതിൽ 11ാമത്തെ വിഭാഗമാണ് വമാ മലക്കത്ത് ഐമാനുക്കും, നിങ്ങളുടെ കീഴിൽ ജീവിക്കുന്ന ജീവനക്കാർ. അവർക്കുള്ള ശമ്പളം കൊടുക്കണം, അവർക്കുള്ള കൂലി കൊടുക്കണം. അപ്പൊ ആ ചെറുപ്പക്കാരനോട് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും തരാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉസ്താദെ, അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ഒരു 4-5 ലക്ഷം കിട്ടാണത്, കിട്ടുകയാണെങ്കിൽ പോകണ്ടില്ലെന്ന്, ഒരുപാട് കടബാധ്യത മറ്റൊക്കെ ഉണ്ട്, ഞാനൊന്ന് പോട്ടെ. എങ്ങനെ 4-5 ലക്ഷം നിറങ്ങള്? ഒരു പുര മൊത്തം വയറിങ്ങിന് എടുക്കുക. അപ്പൊ ആദ്യം ലിസ്റ്റ് കൊടുക്കും. നമ്മളെ പുരയൊക്കെ തരൂലേ? ലിസ്റ്റ് തരും, പോയിന്റിനനുസരിച്ച് ലിസ്റ്റ് തരും. നമുക്കാണെങ്കിൽ കാണുന്നിടത്തൊക്കെ സ്വിച്ചും വേണം, പോയിന്റിനനുസരിച്ച് ലിസ്റ്റ് തരും. ഈ ലിസ്റ്റിന് കണക്കാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇറക്കും. അപ്പൊ ആദ്യം കൊടുക്കും 50,000 മെറ്റീരിയൽ ഇറക്കാൻ, സ്വിച്ചും വയറും അതിന്റെ അങ്ങനെ ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇറക്കാൻ.
പിന്നെ കാലുകൊണ്ട് നിൽക്കണ സ്വിച്ച് വേണം, ഇരുന്നോടത്ത് ഇരുന്ന സ്വിച്ച് വേണം, മൂടോണ്ട് നിൽക്കണ സ്വിച്ച് വേണം, ഒക്കെ വേണമല്ലോ നമുക്ക് വേണ്ടാത്ത സ്വിച്ച് ഏതാ? കട്ടിൽമേലൊരു സ്വിച്ച്, കട്ടിൽമേന്ന് മറിഞ്ഞ് ചാടിയൊരു സ്വിച്ച്, ടോയ്ലറ്റിൽ പോയി ഇരുന്നാലൊരു സ്വിച്ച്, എണീറ്റാലൊരു സ്വിച്ച്, എവിടെല്ലാം സ്വിച്ച് വേണം, ഒക്കെ വേണ്ടേ? ഇതൊക്കെ സജ്ജീകരിച്ച് പണിയൊക്കെ പൂർത്തിയാക്കി പണി ഇങ്ങനെ നടക്കുമ്പോ കൂടുള്ള പണിക്കാർക്കും പണി കൊടുക്കണ്ടേ? മൊത്തം എഴുതിയിരുന്ന എത്ര? 1.25 ലക്ഷം. നമ്മൾ ആദ്യം 50,000 കൊടുത്ത് മെറ്റീരിയൽ ഇറക്കി, പിന്നെ ഒരു 25,000 കൊടുത്തു ഇടക്കിടക്ക് കൂലി കൊടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ 75,000 ആയി. പിന്നെ പണി ഏകദേശമൊക്കെ തീരാനായി, സ്വിച്ച് ബോർഡൊക്കെ വെക്കണമെന്ന് ഒരു 25,000 കൊടുത്തു. അപ്പൊ 1 ലക്ഷമായി. ഇനി 75 ബാക്കിയുണ്ട്. പിന്നെ ഒരു 25 കൊടുത്തു. പണി തീർത്തു പോകുമ്പോ ഒരു 50 ബാക്കിയുണ്ട്. എടുക്കട്ടോ എന്ന് പറഞ്ഞു. എവിടുന്ന്? എന്ന്? അവിടുന്ന്. ഇവിടുന്നല്ല, അവിടുന്ന്. ഈ പണിക്കാരൻ മറ്റൊക്കെ കൊടുക്കാണ്ട് കുറച്ച് കടമുണ്ട്. അല്ല, മറ്റേ 50,000 അടുത്താഴ്ച വരും. അടുത്താഴ്ച കൊറിയർ വരിക്കും. അടുത്താഴ്ച വരും. മകനുണ്ട് അയക്കാന്ന് പറഞ്ഞു. അടുത്താഴ്ച വരും. മകന്റെ പെരപ്പണിയാ വാപ്പയെ നടത്തുന്നത്, അല്ലെങ്കിൽ വാപ്പാന്റെ പെരപ്പണി മാ നടത്തുക. ഏത് കുട്ടിക്കോളും, അല്ലെങ്കിൽ കൂട്ടുകാരൻ ഒക്കെ വരാം. ജ്യേഷ്ഠൻ 5 ജ്യേഷ്ഠന്റെ ഒക്കെ വരാം. എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ സ്വന്തത്തിലാണെങ്കിലും ശ്രദ്ധിക്കണം. ആ 50,000 ഇപ്പോഴും കടമായി കിടക്കാണ്. കൂടുതൽ കഴിഞ്ഞിട്ട് 5 കൊല്ലം കഴിഞ്ഞു. ഒരു 5-6 പ്രാവശ്യമൊക്കെ ഒരാൾ ചോദിക്കുള്ളൂ. പിന്നാലെ ഇങ്ങനെ നടക്കാൻ കഴിയുമോ മനുഷ്യന്? ഒരു വെറിയല്ലേ സംഗതി. എന്നും ഇങ്ങനെ അങ്ങാടി ചെല്ലുമ്പോ എല്ലാ പൈസ കാണുമ്പോ പൈസ, പള്ളിന്നോ പൈസ, മൂത്രപ്പുരിന്നോ പൈസ, ഇത് ചോദിക്കുന്ന പണി തന്നെ. കൊടുക്കണ്ടേ? കണക്കനുസരിച്ച് കൊടുക്കണം. നിങ്ങൾ മരിക്കുമ്പോ നിങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊഴിലാളിക്ക് പോലും 1 രൂപ ബാക്കി ഉണ്ടാകരുത്. ഒറ്റ തൊഴിലാളിക്ക് പോലും 1 രൂപ ബാക്കി ഉണ്ടാകരുത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ പാവപ്പെട്ടവന് ബാർലിപ്പൊടി വാങ്ങിക്കൊടുക്കാൻ കയ്യിൽ ധനമില്ലാത്തത് കൊണ്ട് യഹൂദിന്റെ അടുക്കൽ ഒരു ബാധ്യത എന്ന നിലക്ക് അവിടുത്തെ പണയപ്പെടുത്തിയിട്ടാണ് തങ്ങൾ വഫാത്തായി പോയത്. മറക്കരുത്, നമ്മളത് മറക്കരുത്. സ്വന്തത്തിന് വേണ്ടി പൊടി വാങ്ങിയതല്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു മിസ്കീൻ എന്തെങ്കിലും തരണമെന്ന് പറഞ്ഞപ്പോ, ഭക്ഷിക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നിശ്ചിത സ്വായിനനുസരിച്ച് ഒരു യഹൂദിയിൽ നിന്ന് പൊടി വാങ്ങിയിട്ട് ഈ പാവപ്പെട്ടവന് കൊടുത്തിട്ട് തങ്ങൾ അവിടെ പകരം കൊടുത്തത് അവിടുത്തെ പടയങ്കിയാണ്. ഒരു ബാധ്യത തങ്ങൾ വരുത്താതെയാ തങ്ങൾ വഫാത്തായി പോകുന്നത്. നമ്മൾ ആലോചിക്കണം, നമ്മൾ ചിന്തിക്കണം. തൊഴിലാളികളോട് നല്ല രൂപത്തിൽ പെരുമാറണം, സ്നേഹോപദേശങ്ങൾ നൽകണം, അവരോട് സഹകരണം വേണം, അവർക്ക് നല്ല രൂപത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. വെറുപ്പിക്കാൻ പാടില്ല, ചടപ്പിക്കാൻ പാടില്ല, മോശപ്പെടുത്താൻ പാടില്ല. നല്ല പെരുമാറ്റങ്ങളാണ് അവരോട് ഉണ്ടാകേണ്ടത്. ഇത് ഏത് ആളുകൾക്കിടയിൽ നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടോ, ശത്രുത മാറാൻ നല്ല പെരുമാറ്റമാണ് കാരണം. ബാപ്പയും ഉമ്മയും ഇടക്ക് കോമ്പിത്തരമുണ്ടോ, ഏതെങ്കിലും ഒരാൾ അല്പം താഴ്ന്നു കൊടുത്ത് നല്ല പെരുമാറ്റത്തിന്റെ മാർഗം സ്വീകരിക്കുക, തീർത്തും മാറും. മക്കളും ബാപ്പയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വക്കാനുണ്ടോ, ബാപ്പൊന്ന് വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുക. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യാക്കൂബ് അലൈഹിസ്സലാം വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തതുപോലെ 75 കൊല്ലം ആ ബാപ്പാനോട് മക്കള് പലതും പറഞ്ഞു. യൂസുഫ് നബി ഒന്നും ഇനി ആലോചിക്കണ്ട, അതൊന്നും കിട്ടൂല, മരിച്ചിട്ട് കാലത്ര ആയിട്ടുണ്ട്, ഇനി എവിടെയും തെരഞ്ഞാ കിട്ടൂല. അപ്പോഴും മക്കളെ ബാപ്പ വിളിക്കുന്നത് യാ ബനിയ, എന്റെ മക്കളെ. പേരല്ല വിളിക്കുന്നത്, എന്റെ മക്കളെ. നിങ്ങൾ പോയി യൂസുഫിനെയും സഹോദരനെയും ഒന്ന് അന്വേഷിക്കണം. യാ ബനിയദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിർ റൗഹില്ലാഹ്. 75 കൊല്ലം യാക്കൂബ് നബി അലൈഹിസ്സലാമിന് വലിയ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്ത മക്കളെ ആ ബാപ്പ പുറത്താക്കിയോ ഇല്ല, ബഹിഷ്കരിച്ചോ ഇല്ല, കൂടെ കൊണ്ട് നടന്നില്ലേ, സ്നേഹം കുറച്ചിട്ടുണ്ടോ ഇല്ല. 11 മക്കളും കൂടി മിസ്റിലേക്ക് റേഷൻ വാങ്ങാൻ വേണ്ടി പോകുമ്പോ ബാപ്പയുടെ സ്നേഹോപദേശം നിങ്ങൾ ഖുർആനിൽ നിന്ന് വായിച്ചിട്ടില്ലേ? യാ ബനിയ ലാ തദ്ഖുലൂ മിൻ ബാബിൻ വാഹിദിൻ വദ്ഖുലൂ മിൻ അബ്വാബിൻ മുതഫർരിഖാ. മക്കളെ, മിസ്രിലെ രാജാവിന്റെ അടുത്തേക്ക് റേഷൻ വാങ്ങാൻ വേണ്ടി പോകുമ്പോ ഒരേ
ഗേറ്റിലൂടെ നിങ്ങൾ കടക്കരുത്, കണ്ണേറ് പറ്റിപ്പോകും. വിവിധ ഗേറ്റുകളിലൂടെ നിങ്ങൾ കടക്കണം. കാരണം എല്ലാവർക്കും ഒരു മുഖച്ഛായയാണ്. ഈ 10 ഒരു വീട്ടിലേക്കാണെന്ന് ആരും ചോദിക്കരുത്. ഈ 11 ആളുകളും റേഷൻ കൊണ്ടുപോകുന്നത് ഒരേ വീട്ടിലേക്കാണോ എന്ന് ചോദിച്ച് എന്റെ മക്കൾക്കൊരു കണ്ണീറും ബാധിക്കരുത്. അതുകൊണ്ട് വിവിധ കവാടങ്ങളിലൂടെ പ്രവേശിച്ച് റേഷൻ വാങ്ങിക്കൊണ്ടുവരൂ മക്കളെ. സ്നേഹം വിട്ടിട്ടില്ല, ആ മക്കളോട് സഹകരണം വിട്ടിട്ടില്ല. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ട് തെറ്റുകുറ്റങ്ങളൊക്കെ ബോധ്യപ്പെട്ടപ്പോ ഏറ്റുപറയാൻ വേണ്ടി വന്നില്ലേ മക്കള്? യാ അബാനാ ഇസ്തഗ്ഫിർ ലനാ ദുനൂബനാ ഇന്നാ കുന്നാ ഖാതിഈൻ. അബദ്ധം സംഭവിച്ചു പോയി ബാപ്പാ, നുണ പറഞ്ഞില്ലേ നിങ്ങളോട്? 16ാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മകനെ നിങ്ങളെ ചാരത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് ചെന്നായ ഭക്ഷിച്ചു എന്ന് ഞങ്ങൾ കള്ളം പറഞ്ഞില്ലേ? തെരഞ്ഞു നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല എന്ന് തെരയാതെ ഞങ്ങൾ വന്ന് പറഞ്ഞില്ലേ? പലതും പറഞ്ഞില്ലേ? യൂസുഫിനെ ഞങ്ങൾ കണ്ടെത്തി പോയി, മാപ്പാക്കണേ ബാപ്പാ. അപജയങ്ങൾ സംഭവിച്ച മക്കളെ പുറത്തു കൊടുത്തുകൊണ്ട് കൂട്ടിന് കൂട്ടണം ഉപ്പമാരെ. ആ മക്കളെ ആക്ഷേപിച്ചുകൊണ്ട് ദുനിയാവും ആഖിറവും നശിപ്പിക്കല്ല. ഒരു വലിയ പണക്കാരന്റെ വീട്ടിലേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ വാതിന് പോകുന്നതിന് മുമ്പായിട്ട് അവിടെ ഭക്ഷണം എന്ന് പറഞ്ഞു. കുറച്ച് വയൽ അവിടെ തന്നെ പറയേണ്ടി വന്നു. അതുകൊണ്ട് സദസ്സിലുള്ള വാതിന് പറയാൻ കുറച്ച് നേരം കുറഞ്ഞു. അവിടെ എത്തിയപ്പോ ഞാൻ ചോദിച്ചു, മക്കൾ എത്ര ഉണ്ട്? സാധാരണ ചോദിക്കും, നല്ല പണക്കാരനാ, കോടീശ്വരനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മക്കൾ 5-6 ആളുണ്ട്. അപ്പൊ ഒരാൾ അടുത്ത്, ഇതാണ് മൂത്ത മകൻ, അവനെ കൊണ്ടാ ഞാൻ നശിച്ചെന്ന് പറഞ്ഞു അദ്ദേഹം. എടുത്തേക്ക് ഞാങ്ങനെ ബേജാറായി, ഈ പൊരേക്കാള് മക്കളെ കഴിക്കാൻ വന്നത്, അവനെ കൊണ്ടാ ഞാൻ തോറ്റ്, ഞാൻ നശിച്ചത്. ഹാലാക്ക് പിടിച്ചോനെന്ന് പറഞ്ഞു. എന്താ നിങ്ങൾ പറഞ്ഞു വെച്ചാൽ, എന്താ നിങ്ങളെ മോനെ പറ്റി പറഞ്ഞപ്പോ എന്താ സംഗതി എന്ന് അറിയോ? ഇദ്ദേഹം ഒരു 1.5 ലക്ഷം കൊടുത്തിരുന്ന ഒരു ബിസിനസ് നടത്തി തുടങ്ങി റെഡിയാകാൻ മകനതൊക്കെ കൂടി കടാക്കിയിട്ട് ഒരു 5-6 ലക്ഷം കടാക്കി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. പരിചയക്കുറവുണ്ടല്ലേ, ചെറുപ്പക്കാരല്ലേ, അവനാണ് എന്നെ തുണച്ചത്. ഇയാൾക്ക് ആ ഒരു 5 ലക്ഷം പോയി എന്ന് പറഞ്ഞാൽ അതിങ്ങനെ തോണ്ടിയ പരിധി ഉണ്ടാവുള്ളൂ. അത്രയും പണമുണ്ട്, ഒരു രോമം പറിച്ചതേ ഉണ്ടാവുള്ളൂ, അനുഭവം ഉണ്ടാവുള്ളൂ. അത്രയും പണമുണ്ട് സഹോദരങ്ങളെ. പക്ഷെ പണം കുറച്ചു പോയാലും മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ് ഉണ്ടാകുക. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇവനാണ് എന്നെ നഷ്ടത്തിലാക്കിയ, കടത്തിലാക്കിയത്, അങ്ങനാക്കി ഇങ്ങനാക്കിയത്. വിഷയം ചോദിച്ചപ്പോ സംഗതി ഇതാണ്. എന്നിട്ട് ലാസ്റ്റ് അദ്ദേഹം എന്നോട് പറഞ്ഞു, അവന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം. ഞാൻ പറഞ്ഞു, ദ്വാരക്കൂല എന്നാണ്. എല്ലാവർക്കും ഇങ്ങനെ വെറുതെ ദ്വാരം കൊടുക്കാൻ നേരം സ്വന്തമായിട്ടില്ല. അയലാലൊന്നും ഇത്ര കാര്യമുണ്ട്, സ്ഥലത്തൊക്കെ ജില്ലയിൽ വെറുതെ ഇത് മൂപ്പര് പൊരുത്തപ്പെട്ടു കൊടുക്കാതെ ഞാൻ എന്തിനു ദ്വാരക്കണ്? ആരോട് ദ്വാരക്കണ്? ഞാൻ പറഞ്ഞു, ഞാൻ ദ്വാരക്കണമെങ്കിൽ നിങ്ങളെ മോനെ പൊരുത്തപ്പെട്ടു കൊടുക്കണം. അല്ല ഉസ്താദെ, ആ പൊരുത്തപ്പെട്ടു കൊടുക്കണം. നിങ്ങളെ ബിസിനസ്സിൽ ഒരു തൊഴിലാളിയായിട്ട് ഈ മകനെ കൂട്ടണം. അങ്ങനെ 1 വർഷം അവന് ഈ തൊഴിലിന്റെ മെത്തേഡുകളൊക്കെ പഠിപ്പിച്ച് പിന്നൊരു കച്ചവടം വേറെ തുടങ്ങാൻ പറയണം. തുടക്കത്തിലൊക്കെ ഇങ്ങനെ സംഭവിക്കും, ചെറുപ്പക്കാരല്ലേ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചിട്ട് ചിലപ്പോൾ നഷ്ടം വന്നിട്ടുണ്ടാകും. കുറ്റം പറഞ്ഞ് ആക്ഷേപിച്ച് നിങ്ങൾ മൂലക്കിരുത്തരുത്. കഴിവുറ്റ ആളാക്കി നിങ്ങളെ മകനെ സ്വീകരിക്കണം, മാപ്പ് കൊടുക്കണം. നിങ്ങൾ 1/2 മണിക്കൂർ വാല് എല്ലാ കിസ്സയും അവിടെ പറഞ്ഞു, ആയത്ത് ഹദീസൊക്കെ. അവസാനം അദ്ദേഹം മാപ്പ് കൊടുത്തു, നാളെ എന്റെ കൂടെ ഞാൻ കൂട്ടിക്കോളാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാനും ദ്വാരം കൊടുത്തു. അത് വെറുതെ ദ്വാരട്ട് എന്താ കാര്യം? വല്ല കാര്യം വേണ്ട. 80 കൊല്ലം കഴിഞ്ഞിട്ടാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം കണ്ണീരൊലിപ്പിച്ച് യൂസുഫ് നബിയെ കാണുന്നത്. 80 കൊല്ലം കഴിഞ്ഞിട്ട് 16ാമത്തെ വയസ്സിലും കൊണ്ടുപോയതാണ്. എന്നാലോചിച്ചു. ആ മക്കള് വന്നിട്ട് പറയണം, വാപ്പാ ഞങ്ങൾക്ക് മാപ്പാക്കണം, നിങ്ങൾക്ക് പൊറുക്കാനോ എന്നാണ്, ചവിട്ടി പുറത്താക്കിയോ? ബാപ്പ പറഞ്ഞു, സൗഫാ അസ്തഗ്ഫിറു ലക്കും റബ്ബീ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഒരു വെള്ളിയാഴ്ച തലേന്ന് വ്യാഴാഴ്ച പകലിലാണ് മക്കൾ ഇത് വന്ന് പറയുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. മക്കളോട് ബാപ്പ പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ഒരു സമയം കാത്തുവെക്കുന്നുണ്ട്. ഞാൻ എന്റെ റബ്ബിനോട് നിങ്ങൾക്ക് വേണ്ടി മാപ്പ് ചോദിക്കും. അല്ലാഹു പൊറുക്കുന്നവനാണ്, കരുണാവാരിധിയാണ്. അത്തായത്തിന്റെ നേരത്ത് നാളെ വെള്ളിയാഴ്ച, അതിന്റെ തൊട്ട് തലേന്ന് വെള്ളിയാഴ്ച രാത്രിയിലെ അത്തായത്തിന്റെ നേരത്ത് യാക്കൂബ് നബി
അലൈഹിസ്സലാം എഴുന്നേറ്റു. ഈ മക്കളെ മുഴുവനും വിളിച്ചുണർത്തി അല്ലാഹുവിനോട് ദുആയിരുന്നു, എന്റെ മക്കൾക്ക് മാപ്പാക്കണേ അല്ലാ, അവരെ നന്നാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. എന്നോട് പറഞ്ഞതിന് നീ ദുനിയാവിലോ ആഖിറത്തിലോ അവരെ ശിക്ഷിക്കരുത്, അവരെ മക്കൾ അതുകൊണ്ട് നീ കേടാക്കരുത്, സന്താന പരമ്പരകളിൽ നീ വിപത്തുണ്ടാക്കരുത്. കണ്ണ് നിറയുന്ന നല്ല ദുആ നടത്തി. 25 കൊല്ലം ആ മക്കളോടൊപ്പം ഈ ബാപ്പ ജീവിച്ചിട്ടുണ്ട് അസീസ് രാജാവിന്റെ കൊട്ടാരത്തില്. 25 കൊല്ലം ജീവിച്ചപ്പോ ഈ മക്കളെ ബാപ്പ അനുവദിച്ചത് എങ്ങനെയാണെന്നറിയോ? ആ മക്കൾ മുഴുവനും ഔലിയാക്കളിൽ പെട്ടുപോയി. ബാപ്പമാരെ, നിങ്ങൾക്ക് ശത്രുവായി തോന്നുന്നത് മകനാണെങ്കിലും നിങ്ങളുടെ സ്വന്തം സഹോദരനാണെങ്കിലും നല്ല പെരുമാറ്റവും നല്ല പ്രതികരണവും മൂലം അവരെ മനസ്സിനെ നിങ്ങൾ മാറ്റിയെടുക്കണം, അവരെ സ്വഭാവത്തെ നിങ്ങൾ മാറ്റിമറിക്കണം, അവരെ സംസ്കാരത്തെ നിങ്ങൾ മാറ്റിമറിക്കണം. ദുഷിച്ച അവസ്ഥകളെ മാറ്റിയിട്ട് നന്മകൾക്ക് അവരെ മനസ്സിന് സ്ഥാനം കൊടുക്കണം. എന്തെങ്കിലും ദൂഷ്യതകളിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നവരാണെങ്കിൽ അത് മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ആത്മാർത്ഥമായ സ്നേഹം. അത് പകർന്നു കൊടുത്താൽ നല്ല മനസ്സുള്ളവനാണോ, മനസ്സിൽ ചെറിയൊരു നന്മ കിടക്കുന്നുണ്ടോ, അവന്റെ മനസ്സ് മാറുമെന്ന് ഉറപ്പാണ്. നല്ല രൂപത്തിലാകണം പ്രതികരിക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, സ്വഭാവങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും മുന്തിയ സ്വഭാവം അഫ്ളലു അഖ്ലാഖിൽ മുസ്ലിമീൻ, മുസ്ലിംകളുടെ സ്വഭാവങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവം അൽ അഫ്വു, വിട്ടുവീഴ്ചയാ, മാപ്പ് കൊടുക്കലാ. അതിന് കഴിയുമെങ്കിൽ നീ ഹജ്ജിന് പോയാൽ മതി, അതിന് കഴിയുമെങ്കിൽ നീ ഉംറക്ക് പോയാൽ മതി. ഇപ്പതാ ഹജ്ജിന് പോകുന്ന സമയത്ത് ഒരു ജ്യേഷ്ഠനോട് ഞാൻ പറഞ്ഞു, നിങ്ങളും അഞ്ചനും തമ്മിൽ വലിയ വക്കാണെന്ന്. പഴയ കാലത്ത് ഒരു 10 കൊല്ലമായിട്ട് ആ സംഗതിയൊക്കെ മാറി മസലത്താക്കി. പക്ഷെ എപ്പോഴും നിങ്ങൾ രമ്യതയിൽ എത്തിയിട്ടില്ലല്ലോ, ഹജ്ജിന് പോകല്ലേ. അതുകൊണ്ട് ഹജ്ജൊക്കെ നല്ല നിലക്ക് മഖ്ബൂലാകണ്ടേ, ഒന്ന് പൊരുത്തപ്പെടിച്ച് നിങ്ങൾ ആ വീട്ടിൽ ഒന്ന് പോയി അവരിങ്ങോട്ടൊന്ന് സ്നേഹബന്ധമൊക്കെ പുലർത്തി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭക്ഷണം കഴിച്ച് വാങ്ങലും കൊടുക്കലൊക്കെ ഉണ്ടായി നല്ല സ്നേഹത്തോടെ പോകുന്നതല്ലേ നല്ലത്. അപ്പൊ എന്താ മറുപടി എന്നറിയോ? കേട്ടോളി, മറുപടി കേട്ടിട്ട് നാളാരോടെങ്കിലും പറയാം. എന്താ മറുപടി എന്നറിയോ? പൊരുത്തപ്പെട്ടു കൊടുക്കാൻ മനസ്സില്ലാത്ത ജ്യേഷ്ഠന്റെ മറുപടി, കട്ടിയുള്ള മറുപടി എന്താണെന്നറിയോ? അതിന് ഞാൻ ഹജ്ജിന് പോകല്ലേ, മരിക്കാൻ പോകുന്നില്ലല്ലോ. ഞാനുണ്ട്. പിന്നെ എന്ത് വേളറിനെടുത്തിട്ട് എന്ത് കാര്യ? ആർക്കാ വേളറിനെടുക്കണേ? നമ്മള് ആർക്കാ വേളറിനെടുക്കണം? സ്വന്തം ഭാര്യക്ക് മാപ്പ് കൊടുക്കാൻ കഴിവില്ലെങ്കിൽ പിന്നെ നിസ്കരിച്ചിട്ടും നോമ്പോരിട്ടും അല്ലാ എന്നിട്ട് എന്താ കാര്യം? ഒന്ന് പുറത്തു കൊടുത്തൂടെ? നിങ്ങൾക്ക് നിങ്ങളെത്ര സഹിക്കുന്നുണ്ട് അവര്, നമ്മളെത്ര സഹിക്കുന്നുണ്ട് അവര്? ചിന്തിച്ചൂടെ? നമ്മക്ക് എത്ര മാപ്പ് അവര് തരുന്നുണ്ട്? ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് വേണ്ടേ? സ്വന്തം സഹോദരന്റെ രക്തബന്ധല്ലേ, സഹോദരനും സഹോദരിക്കൊന്ന് വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്തൂടെ? ദുന്യാവിന്റെ വിഷയത്തിലല്ലേ ഈ ചൊറയും കറയൊക്കെ. ആരും കൊണ്ടുപോകില്ലല്ലോ, ആരും കൊണ്ടുപോകില്ല. എടുത്തോട്ടെ, പൊരുത്തപ്പെട്ടം കൊടുത്തേക്ക. അല്ലോ ഉസ്താദേ, കുറഞ്ഞൂലേ? ഒന്നും കുറഞ്ഞൂല, ഒരു കുറയലുമില്ല, ഒരു തോൽക്കലുമില്ല. അവിടെ സ്വീകരിക്കാൻ കഴിയണം, അഫു അല്ലാതെ ഹജ്ജിന് പോയിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി, എവിടെ വെച്ചേക്ക് അറിയണത്? അറഫയിലും മുസ്ദലിഫയിലൊക്കെ ആ കരഞ്ഞ കണ്ണീരിന് വല്ല യാഥാർത്ഥ്യം ഉണ്ടോ? അങ്ങനെ ഈ മനസ്സുമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പഴയ കാലത്തൊക്കെ ഹജ്ജിന് പോകുന്ന ആള് ഒരു കറയും ബാധിക്കാണ് ഹജ്ജിന് പോകുക, ഒരു കറയും ബാധിക്കാതെയാണ് ഹജ്ജിന് പോകുക. ഒരൊറ്റ കറയുണ്ടാകൂല. ആ മനസ്സുകൊണ്ട് അയാള് കാബ കാണുന്ന നേരത്ത്, പടച്ചോനെ എന്റെ കാബയാണ് ഞാൻ ആ കാണുന്നത്, എന്റെ ജീവിതത്തിൽ ഇത്ര വയസ്സ് കഴിഞ്ഞു, എന്റെ അമലുകൾക്ക് സ്വീകാര്യത തന്നിട്ട് നീ എന്നെ നന്നാക്കണം, എന്നെ സ്വാലിഹീങ്ങളിൽ കൊടുത്തണം, എനിക്ക് ദാരിദ്ര്യം നൽകരുത്, എനിക്ക് ബുദ്ധിമുട്ട് നൽകരുത്, എനിക്ക് കുഫർ നൽകരുത്, എന്റെ ഈമാൻ ശക്തിപ്പെടുത്തണം. കാബ കാണുമ്പോ അയാളങ്ങ് ദ്വാരക്കുന്ന ദുആയിന് അല്ലാഹു കറക്റ്റ് അല്ലേ ഇജാബത്ത് കൊടുക്കുന്നത്? അന്നൊക്കെ ആ ഹാജിക്കുള്ള ഒരു ബഹുമാനം, എന്തൊരു ബഹുമാനം! അത് ഇക്കറൊക്കെ കളഞ്ഞിട്ട് നല്ല മട്ടത്തിൽ പോയി നല്ല രൂപത്തിൽ വന്നിട്ടല്ലേ. ഇപ്പോഴൊക്കെ ആരും അറിയാതെ പോകാം, നാട്ടുകാർ ആരും അറിയാതെ ഹജ്ജിന് പോകാം, ഇപ്പറൊക്കെ പോകാം, സൗകര്യമുണ്ട്. പക്ഷെ അതല്ല അതിന്റെ മാർഗം, കറ കളഞ്ഞ രൂപത്തിലാകണം. പൊരുത്തപ്പെട്ടു കൊടുക്കാനുള്ള മനസ്സ് വേണം. അല്ലാഹു ആ മനസ്സേറ്റി തരട്ടെ. അഫു കൊടുക്കാൻ മനസ്സില്ലെങ്കിൽ ആ മനസ്സ് വല്ലാത്ത, ആ ഒരു ശരീരം വല്ലാത്ത കുടിലത നിറഞ്ഞ ശരീരമാണ്.
ഫിർഔനിനേക്കാളും മോശമാണ് എന്നാണ് അതിനെപ്പറ്റി പറഞ്ഞത്. ഫിർഔൻ എത്ര മോശ? ഇസ്രായേലിനേക്കാളും മോശമാണ് ഫിർഔൻ. അങ്ങനെ പറയാൻ നല്ലത്. അപ്പോഴെല്ലാവർക്കും മനസ്സിലാവും. ഫിർഔനിന്റെ അടുത്തൊരിക്കൽ ഇബ്ലീസ് വന്നപ്പോ ഇബ്ലീസ് പറഞ്ഞു, ഫിർഔനെ, ഞാൻ വിചാരിച്ചിരുന്നു ഞാനാണ് ഏറ്റവും വലിയ മോശം. കാരണം എനിക്ക് പുനർജീവിത നാള് വരെ, പുനരുദ്ധാരണ ദിവസം വരെ അള്ളാന്റെ ലഅനത്തുണ്ട്. എന്റെ മരണം വരെയല്ല ലഅനത്തുള്ളത്. ഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. ഇബ്ലീസ് മരിച്ചാലും ഇബ്ലീസിനുള്ള ലഅനത്ത് തീരുന്നില്ല. ഇബ്ലീസ് എപ്പോഴാ മരിക്കുക? ഒന്നാം മൂത്തിന്റെ സമയത്ത് അവൻ മരിക്കും. പക്ഷേ അള്ളാന്റെ ലഅനത്ത് തീരുന്നില്ല. ഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. പുനരുദ്ധാരണ ദിവസം വരെ എന്റെ ശാപം നിനക്കുണ്ട്. അത്ര കൊടുശാപം കിട്ടിയ ആളാ ഞാന്. പക്ഷെ ഞാൻ പറയാത്ത ഒരു കാര്യം നീ പറഞ്ഞല്ലോ, നീ വലിയ സംഭവം തന്നെയാണ് എന്ന് പറഞ്ഞു ഫിർഔനോട് ഇബ്ലീസ്. അപ്പൊ ഫിർഔൻ ചോദിച്ചു, എന്താ സംഗതി? ഞാൻ ഒരിക്കലും ഞാൻ ഇലാഹാണെന്ന് പറഞ്ഞിട്ടില്ല, ഞാൻ റബ്ബാന്നും പറഞ്ഞിട്ടില്ല. നീ എവിടെ എത്തി? ഇലാഹാണെന്നും റബ്ബാണെന്നും. വല്ലാത്തൊരു സംഭവമാണല്ലോ. ഫിർഔന് തോന്നി സംഗതി മോശാണ്. ഫിർഔൻ പറഞ്ഞു ഇബ്ലീസിനോട്, ഞാൻ തിരുത്തിയാലോ? അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, പഹയ, തിരുത്താൻ പാടില്ല. ഈ ജനപിന്തുണക്കെ നിനക്ക് കിട്ടിയത് ആ ഒരു പ്രഖ്യാപനം കൊണ്ടാ. അതിൽ അടി ഉറച്ചു നിൽക്കണം. നീ റബ്ബാണെന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ നിൽക്കണം, ഇലാഹാന്ന് പറഞ്ഞ ഇതിൽ തന്നെ നിൽക്കണം. ഫിർഔൻ ചോദിച്ചു, അല്ല ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇത്രയും മോശം, നീയും മോശം, നമ്മളെക്കാൾ മോശമുള്ള ആരെങ്കിലും ഉണ്ടാകുമോ സമൂഹത്തില്? ഇബ്ലീസ് പറഞ്ഞു, ഉണ്ട്. എന്നെക്കാളും മോശപ്പെട്ടവനുണ്ട്, നിന്നെക്കാളും മോശപ്പെട്ടവനുണ്ട്. മാപ്പ് ചോദിക്കാൻ വന്നിട്ട് മാപ്പ് കൊടുക്കാതെ പറഞ്ഞു വിടുന്നവനില്ലേ? മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്ന ജേട്ടനെ കറുത്ത മുഖം കാണിച്ച് ആട്ടിയോടിക്കുന്ന അനിയനില്ലേ? മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്ന സ്വന്തം മകനെ ആട്ടിയോടിക്കുന്ന ബാപ്പയില്ലേ? മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്ന അയൽക്കാരനെ നിസ്സാരപ്പെടുത്തി ആട്ടിയോടിക്കുന്ന അയൽക്കാരനില്ലേ? എന്നെക്കാളും നിന്നെക്കാളും മോശമാണ്. ഇനി എടുക്കാൻ മോശകള് ആരാപ്പൊ മോശമായത്? നിസ്കരിക്കാത്ത ആളല്ല, നോമ്പോൽക്കാത്ത ആളല്ല, ഹജ്ജ് ചെയ്യാത്ത ആളല്ല, ഉറൂസിൽ സംബന്ധിക്കാത്ത ആളല്ല, ഔലിയാക്കളെ സ്നേഹിക്കാത്ത ആളല്ല. ആരാ മോശമായത്? അഫു എന്ന് പറയുന്ന സംഗതി സ്വീകരിക്കാത്തവർ. നമ്മളൊക്കെ അള്ളാഹിനോട് പറയുമ്പോ ഞാൻ ഇങ്ങനെ ആലോചിക്കലുണ്ട്, ജനങ്ങൾ ഇതിങ്ങനെ പറയുമ്പോ അല്ലാഹു തആല അവരെ കൽബിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പടച്ചറപ്പ് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഇവര് എന്താണ് ഈ പറയുന്നത്. നമ്മളൊക്കെ ഇപ്പൊ ഒരു മാസത്തിൽ കുറെ ദിവസം പറഞ്ഞില്ലേ, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. നിങ്ങൾ ആലോചിച്ചു, ഇത് പറയുന്ന ആള് അപ്പൊ അല്ലാഹു തആല അവനോട്, ഓ ഞാൻ വലിയ അഫുവാണ്, അഫുവിനെ ഇഷ്ടപ്പെടുന്ന ആളാണ്, നാനക്ക അതാണ് പുറത്തു കൊടുത്തൂടെ? എന്താ നീ പറയണത്? എത്ര ദിവസമായി നീ എന്നോട് പറയുന്നത് അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി? ചെറിയൊരു കേസല്ലേ നീ അവര് തമ്മിലുള്ളൂ? ഒന്ന് വിട്ടുകൊടുത്തൂടെ? ഒന്ന് മാപ്പായി കൊടുത്തൂടെ? ഒന്ന് പൊരുത്തപ്പെട്ടു കൊടുത്തൂടെ? എത്രായിരം സംഗതികളാ ഞാൻ നിനക്ക് മാപ്പാക്കേണ്ടത്, എന്തെല്ലാം വിഷയങ്ങളാ വിട്ടുവീഴ്ച. ഒന്ന് പുറത്തെടുത്തൂടെ സഹോദര? അല്ലെങ്കിൽ ഈ വാക്കിന് വല്ല അർത്ഥമുണ്ടോ? നമ്മളങ്ങനെ പറയുമ്പോ നമ്മളൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചു നോക്കി. എനിക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ ഒരു നിലക്കും കഴിയൂല, നീ എന്റെതൊക്കെ പൊരുത്തു തരണം, ഞാൻ മറ്റൊരു പൊരുത്തപ്പെട്ടു കൊടുക്കൂല. അതാരും വാദം പറയണ്ട, അതൊരു ഉപദേശം പറയണ്ട, ആ വാദം ആ നസീഹത്തൊന്നും കേൾക്കണ്ട. ഇതിപ്പോ തൽക്കാലം ദുന്യാവൊന്നും നടക്കൂല, നമ്മളതൊക്കെ നടക്കണം, നമ്മളതൊക്കെ പൊരുത്തപ്പെട്ടു തരണം, നമ്മളതൊക്കെ അല്ലാഹ് മാപ്പാക്കി സ്വർഗത്തിലേക്ക് വരി വരിയായി കൊണ്ടുപോകണം. മറ്റുള്ളവർക്ക് മാപ്പ് കൊടുത്താൽ എത്രയും പെട്ടെന്ന് മാപ്പാക്കുന്നവനാണ് റബ്ബ്. എത്ര പെട്ടെന്ന് അള്ളാഹു മാപ്പാക്കുന്ന അറിയാം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. എന്റെ പെങ്ങന്മാരോട് ഉമ്മമാരോടൊക്കെ ഞാൻ പറയട്ടെ, വിട്ടുവീഴ്ചയില്ലാത്ത ആ ഒരു മനസ്സ് അത് ഉണ്ടായിട്ട് നല്ല സൗന്ദര്യമുള്ള മുഖം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അത് ഏതുപോലെയെന്നറിയോ നിങ്ങൾ? പണ്ട് കാലത്തൊക്കെ ഉദാഹരണം പറയലുണ്ട്, നമ്മൾ ഉപയോഗിക്കാത്ത ക്ലോസറ്റ് പോലെ എന്ന് പറയില്ല, അതേ മോഡലാണ്. ഉപയോഗിക്കാത്തൊരു ക്ലോസറ്റ് ഇല്ലേ, കാണാൻ കുഴപ്പമുണ്ടോ? ഒരു കറിയില്ലല്ലോ, ഉപയോഗിച്ചിട്ടില്ലല്ലോ, വീട്ടിലൊക്കെ ഉണ്ടല്ലേ, അതേ മോഡലിലാണ്. ഉള്ളിലൊരു നിലക്കും വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാനോ മാപ്പ് കൊടുക്കാനോ ഒരുക്കല്ല. ആര് പറഞ്ഞാലും മാറൂല, ഏത് വാഴ ഇട്ടാലും മാറൂല, ഏത് രോഗം വന്നാലും മാറൂല, ഏത് ഹജ്ജിന് പോകുകയാണെങ്കിലും മാറൂല. അങ്ങനെ തന്നെ ഒരു നൃത്തം വല്ലാത്തൊരു ഭീകരം തന്നെയാണ്. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അഫ്ളലു അഖ്ലാഖിൽ മുസ്ലിമീന അൽ അഫൂ. മുസ്ലിങ്ങളെ സ്വഭാവങ്ങളിലെ ഏറ്റവും നല്ല സ്വഭാവം അൽ അഫൂ, വിട്ടുവീഴ്ചയാണ്.
സ്വന്തം എളാപ്പയെ, സ്വന്തം മൂത്താപ്പയെ, സ്വന്തം സ്വഹാബത്തിനെ നിഷ്കരുണം വധിച്ച ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്ത് ലോകത്തെ ഏറ്റവും വലിയ മാപ്പ് നൽകിയ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്കാണോ തങ്ങൾ മാപ്പ് നൽകിയത്? ഒരു ജനതക്കാണോ തങ്ങൾ മാപ്പ് നൽകിയത്? ഒരു നൂറ്റാണ്ടിലുള്ളവർക്കാണോ തങ്ങൾ മാപ്പ് നൽകിയത്? അല്ലല്ലോ സഹോദരങ്ങളെ. ആ ഒരു സ്വഭാവമാണ് നമ്മിലേക്ക് നമ്മൾ സ്വീകരിക്കേണ്ടത്. എന്നാ നമ്മുടെ മനസ്സ് വൃത്തിയായി, ക്ലീനായി, നല്ല സ്വഭാവമുള്ള ഖൽബായി. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഖൽബ് അല്ലാഹു തആല നന്നാക്കി തരട്ടെ. നീറുന്ന പ്രശ്നങ്ങൾക്ക് വരെ മഹാന്മാര് മാപ്പ് കൊടുത്തില്ലേ? ഒരൊറ്റ കാര്യം കൂടി ബറക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആ ഇജാബത്തുള്ള സദസ്സായി സ്വീകരിക്കട്ടെ. കേട്ടിട്ടില്ലേ നിങ്ങൾ? ആറാമത്തെ വയസ്സിൽ ദിക്റിന്റെ മാധുര്യം അനുഭവിച്ചറിഞ്ഞ മഹാനാണ് സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പാതിരാത്രിയിൽ തന്റെ അമ്മാവൻ എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോ ആ നിസ്കാരം ഇങ്ങനെ നോക്കി മഹാനവറുകൾ എഴുന്നേറ്റിരിക്കും. കുട്ടിക്കാലത്ത് അന്ന് 5 വയസ്സായിട്ടുള്ളൂ. അമ്മാവൻ നിസ്കരിക്കുന്ന തഹജ്ജുദൊക്കെ നോക്കുമ്പോ അമ്മാവൻ പറഞ്ഞു, സഹിലേ നീ ദിക്ർ ചൊല്ലാൻ ഒരുക്കമാണോ? ഞാൻ ഒരുക്കമാണ് അമ്മാവാ, എനിക്ക് ദിക്ർ പറഞ്ഞു തരൂ. നീ ഖൽബ് കൊണ്ട് ചൊല്ലണം, നാവ് കൊണ്ടല്ല ചൊല്ലേണ്ടത്, ഖൽബ് കൊണ്ട് ചൊല്ലണം. ഞാൻ നിനക്ക് ചൊല്ലിത്തരുന്ന ദിക്ർ നിന്റെ മനസ്സുകൊണ്ട് നീ ചൊല്ലണം, നാവനക്കാതെ ചൊല്ലണം. കഴിയുമോ? ഞാൻ അതിന് തയ്യാറെടുക്കുകയാണ്, നിങ്ങൾ എനിക്ക് ചൊല്ലിത്തരൂ. മഹാനവറുകൾ ചൊല്ലിക്കൊടുക്കുന്നു വല്ലാത്ത ദിക്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് താബിഈങ്ങൾ പരസ്പരം കൈമാറി വന്ന ദിക്ർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്ന ദിക്ർ. യാ ഹാലിരി യാ ഷാഹിദി എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലിക്കൊടുക്കുമ്പോ മഹാനവറുകൾ ചൊല്ലിയ ദിക്ർ സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് 6-ാമത്തെ വയസ്സാകുമ്പോഴേക്ക് ദിക്റിന്റെ മാധുര്യം അനുഭവിച്ച് വലിയ ഉന്നത തലങ്ങളിലേക്ക് എത്തിയ, ചെറുപ്പകാലത്ത് തന്നെ ബഹുമാനം കിട്ടിയ മഹാനാണ് സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. കുടുംബവുമായി താമസിക്കാൻ ചെന്നൊരു വീട് വാങ്ങി. ആ വീടിന്റെ നേരെ മേൽഭാഗത്ത് താമസിക്കുന്നു ഇസ്ലാമിനോട് വലിയ കഠിന ശത്രുതയുള്ള ഒരു അയൽക്കാരൻ. അദ്ദേഹം മജൂസിയാണ്. ആ മജൂസിയുടെ ശത്രുത എത്രയാണെന്നറിയോ? സഹ്ൽ റളിയല്ലാഹുവിന്റെ വീട് തായ് ഭാഗത്താണ്, മജൂസിയുടെ വീട് മേൽഭാഗത്താണ്. ആ വീട്ടുകാര് ഒഴിവാക്കുന്ന ടോയ്ലറ്റിലെ ജലം, മൂത്രമൊഴിക്കുന്ന വിസർജിക്കുന്ന ജലം മുഴുവനും സഹ്ൽ റളിയല്ലാഹുവിന്റെ വീടിന്റെ ബാക്ക് ഭാഗത്തേക്ക്, അടുക്കള ഭാഗത്തേക്കാണ് അത് വന്ന് ഒഴുകി വീഴുന്നത്. അടുക്കളയിലൂടെ നേരെ ഉള്ളിലേക്ക്, അതേ ഡൈനിങ് ഹാളിലേക്ക് ഈ മലിനജലം ഒഴുകി വിടുമ്പോ സഹ്ൽ റളിയല്ലാഹു അത് വൃത്തിയാക്കുന്നു. വർഷങ്ങളോളം രാവിലെയും വൈകുന്നേരവും ഉച്ച സമയത്തും വീട് വൃത്തിയാക്കുന്നു. മക്കളെ പ്രതികരിക്കാൻ അയക്കുന്നില്ല, ഭാര്യയോട് പറയാൻ സമ്മതിക്കുന്നില്ല. സഹ്ൽ ഇബ്നു അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു ഈ മലിനജലം വാസനിച്ച് സഹിച്ച് ജീവിക്കുമ്പോഴും ആ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ മജൂസിയെ ക്ഷണിക്കാറുണ്ട്. അദ്ദേഹം വരാറുണ്ട്, പങ്കെടുക്കാറുണ്ട്. തിരിച്ചു ഒരു കാര്യത്തിനും അങ്ങോട്ട് ക്ഷണിക്കാറില്ല. അത്രയും എതിർപ്പാണ്. മുസ്ലിമായി എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് മജൂസിക്ക് എതിർപ്പ്. അവസാനം മഹാനവറുകൾ രോഗഗ്രസ്തനായി കിടപ്പിലായപ്പോ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, അയൽക്കാരനോടൊന്ന് വരാൻ പറയൂ. മജൂസി ഓടി വന്നു. സഹ്ൽ റളിയല്ലാഹു അൻഹു വിളിക്കുമ്പോഴൊക്കെ വരാറുണ്ട്. അപ്പോഴും വന്നു. എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോ, ഒരൊറ്റ കാര്യം പറയാനാണ് ഞാൻ നിങ്ങളെ വിളിച്ചത്. കണ്ടില്ലേ ഞാൻ ഈ കട്ടിലിൽ കിടക്കുന്നത്, എഴുന്നേൽക്കാൻ പോലും എനിക്ക് സാഹസികമായ അവസ്ഥകൾ അവലംബിക്കണം. എന്റെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും വേദന കൊണ്ട് പുളയുകയാണ്. അതിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇത്രയും കാലം നമ്മൾ ഇവിടെ ജീവിച്ചിട്ട് ഞാനും നിങ്ങളും തമ്മിലുള്ള അയൽപക്ക ബന്ധത്തിന് ഒരൊറ്റ വിള്ളലും എന്റെ കുടുംബത്തിന്റെ ഭാഗത്തിനൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഈ കിടക്കുന്ന രോഗത്തിൽ മരിച്ചു എന്ന് കേട്ടാൽ
ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എന്റെ വീട്ടിലേക്ക് നിങ്ങൾ തുറന്നു വെച്ച മലിനജലത്തിന്റെ പൈപ്പില്ലേ, അതിനൊരു പൂട്ടിട്ടുകൊണ്ട് പൂട്ടി ഭദ്രമാക്കണം. എന്തിനാണെന്നറിയോ? എന്റെ മരണത്തിന്റെ ശേഷവും അയൽപക്ക ബന്ധം നിലനിൽക്കാനാണ്. ഞാൻ ഇല്ലാത്ത കാലത്ത് ഞാൻ ഉള്ളതുപോലെ എന്റെ ഭാര്യ സഹിച്ചോളണമെന്നില്ല, എന്റെ മക്കള് ക്ഷമിച്ചോളണമെന്നില്ല. ഞാനുണ്ടാകുമ്പോ നിയന്ത്രിക്കാൻ ഞാനുണ്ടല്ലോ. ഞാനങ്ങ് മരിച്ചു പോയാലും നമ്മളെ ബന്ധം വഷളാകരുതല്ലോ. സുബ്ഹാനല്ലാഹ്. വർഷങ്ങളോളം ഈ രൂപത്തിൽ കഠിന ശത്രുവായി ജീവിച്ചിട്ടും എന്നോട് മാനസികമായി ഒരു വെറുപ്പും കാണിക്കാത്ത മഹാനാണോ അവസാനം ഇങ്ങനൊരു നിർദ്ദേശം വെക്കുന്നത്? മുദ്ദയദൈകയാ സഹ്ലൂ, രണ്ട് കൈയൊന്ന് നീട്ടിത്തരുമോ? രണ്ട് കൈയും പിടിച്ച് ചുംബിച്ച് പൊട്ടിക്കരഞ്ഞ് ഷഹാദത്തിന്റെ കലിമ ചൊല്ലിയിട്ട് ഭാര്യയെ വിളിച്ചുകൊണ്ടുവന്ന് വിഷയം പറഞ്ഞു, മക്കളെ വിളിച്ചുകൊണ്ട് വിഷയം പറഞ്ഞു, മാപ്പ് ചെയ്തു. മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ യഥാർത്ഥ ബന്ധം ആഖിറത്തിൽ ഉപകരിക്കുന്ന രൂപത്തിൽ ഇത്രയും ക്ഷമയോടെ നേരിട്ട ആ സഹവാസം മുറിയാത്ത രൂപത്തിൽ നല്ല ബന്ധത്തിലാക്കി സഹൽ റളിയല്ലാഹു അൻഹു വിടവാങ്ങിപ്പോയി. എത്രയാണ് അവർ ക്ഷമിച്ചത്, എത്രയാണ് അവർ സഹിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പല വിഷയങ്ങളും ദുനിയാവല്ലേ ക്ഷമിക്കേണ്ടി വരും, സഹിക്കേണ്ടി വരും. നല്ല രൂപത്തിലുള്ള പെരുമാറ്റത്തിന് അത് ആവശ്യമായി വരും. നല്ല പെരുമാറ്റങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ച് ആരോടും നല്ല സ്വഭാവത്തോടെ വർത്തിച്ച് എല്ലാവരോടും നല്ല പെരുമാറ്റം കാഴ്ചവെച്ച് നല്ലവരായി ജീവിക്കാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ ഔലിയാക്കളിൽ നിന്നും അമ്പിയാക്കളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ചെറിയൊരു പാഠം ചെറിയ നിലക്ക് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം, നമ്മോട് ബന്ധപ്പെട്ട സർവരുടെയും ജീവിതം അവന്റെ പൊരുത്തത്തിലാക്കി നന്നാക്കി തരട്ടെ. നമ്മുടെ സദസ്സ് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ.